അല്ലേ നമ്മളെന്താടാ ഇങ്ങനെ. ഹലോ ആന്റി, ഇന്ന് അവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവന്റെ പോക്ക് തീരെ ശരിയല്ല. ആന്റിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഇതല്ലാണ്ട് ഇപ്പോഴും ഉണ്ട്. അലങ്ങോടി പോണ്ടോടെ അടങ്ങി പോയി ഫോട്ടോ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോമിനേഷൻ ശാപങ്ങളായിരുന്നില്ലേ. ആര് കരഞ്ഞാലും ആൺകുട്ടികൾ പൊതുവേ അങ്ങോട്ടേക്ക് മനസ്സങ്ങോട്ട് അലിയും. പക്ഷെ നിങ്ങൾ അലിയത്തില്ല. നിങ്ങളെ ഞങ്ങളുടെ എല്ല് വെച്ചിട്ട് ഉണ്ടാക്കിയെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് ആസിഡ് ഒഴിച്ചാലും നിങ്ങൾ അലിയത്തില്ല. അത് ഓഫ് കോഴ്സ് ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അല്ലാതെ ആ സെക്കൻഡിൽ തന്നെ തോന്നുമെന്ന് ഞാൻ ചോദിക്കുന്നത്. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഷാനവാസായിട്ട് എനിക്ക് ആ ജന്മ ശത്രുതയാണെന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ഷാനവാസ് എന്നെ വിളിച്ചു, ഞാൻ സംസാരിച്ചു. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും എനിക്ക് ആരും എടുത്തു. ഞാൻ PR കൊടുത്തില്ലെങ്കിലും ജനങ്ങൾ PR ചെയ്തു. അപ്പൊ PR-നകത്ത് തെറ്റൊന്നുമില്ല. എന്താ തെറ്റ്? പക്ഷെ എന്റെ അഭിപ്രായത്തില് ഡിസേർവിംഗ് ആയിട്ടുള്ള ഗെയിമേഴ്സിനെ കിട്ടുക എന്നുള്ളതാണ്. ചിലപ്പോൾ PR കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. മനസ്സിലായില്ലേ? ഞാനിത് അനിമോളാണ് എന്ന് പറയുന്ന വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. ഇല്ല കള്ളം ഞാൻ പറയുന്നല്ല. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബി വിത്ത് രമ്യയിലേക്ക് സ്വാഗതം. ഇന്ന് ബി വിത്ത് രമ്യയിൽ എന്നോടൊപ്പം ഉള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ഈ ഒരു വ്യക്തി കാരണം മാത്രമാണ് എന്താ പറയാ ബിഗ് ബോസ് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. ഫുള്ള് പറയേ അതൊന്നും പറയാൻ എനിക്ക് വയ്യ. അത് നിങ്ങൾ തന്നെ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസിന് ശേഷം ഞാൻ മാതാങ്കിരി കൂട്ടിയിട്ടുണ്ട്. മാതാങ്കിരി എന്താന്ന്? മാതാങ്കിരി അത് അഭിലാഷ് ഇട്ട പേരാണ്. ഞാനിങ്ങനെ വിറകി നടക്കുന്നതാണ്. നിങ്ങളുടെ പേരൊന്നും കൂടെ പറഞ്ഞു. എന്നിട്ട് നെവിൻ കപ്രീഷ്യസ് അംബ്രോസ്. അത്രയും ജനിച്ചപ്പോ മുതൽ കിട്ടിയ പേര്. പിന്നെ കപ്രീഷ്യസ് അംബ്രോസ്. ആൻഡ്രേ എന്ന് പറയുന്നത് ഏതോ ഒരു ഫിലിമിൽ എനിക്ക് ഡിസിൽവ ചേർക്കണം. അതെന്റെ മദറിന്റെ സർനെയിമാണ്, ആംഗ്ലോ ഇന്ത്യൻ ആണ്. അപ്പോൾ നെവിൻ കപ്രീഷ്യസ് ഡിസിൽവ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സാധനമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൻഡ്രേ എന്നുള്ള പേര് കിട്ടി. അപ്പൊ ഞാൻ ആ ആൻഡ്രേ കൂടി ചേർത്തു. പിന്നെ മാതാങ്കിരി ഇപ്പോ അഭിലാഷ് ഇട്ട് തന്നാ എനിക്ക്. അവിടെ വെച്ചിട്ട് മാതാങ്കിരി അവിടെ കിട്ടി. അത് വിട്ടു. ഇപ്പൊ നെവിൻ കപ്രീഷ്യസ് സംഭവം ആൻഡ്രേ ഡിസിൽവ മാതാങ്കിരി. എന്റെ അമ്മ, ഇങ്ങനെ ആരെങ്കിലും ഈ ഫുൾ നെയിം ഒന്ന് പറയുവോ? അങ്ങനെ പറയണം. ഞാൻ പറയൂല്ലോ, എനിക്ക് എന്റെ പേര് പറയാനായിട്ട്. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഓരോന്നും നമ്മളിങ്ങനെ പെറുക്കി എടുക്കാന്ന് പറയും. അതേപോലെ നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരാണ് പേരിൽ ഇങ്ങനെ. അപ്പൊ കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്ക് നെവിന്റെ പേര് എത്ര വലുതായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ജനിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് വെച്ചിട്ടല്ല നമ്മളുടെ പാരന്റ്സ് പേരിടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നെവിൻ എന്നുള്ള പേര് ഇഷ്ടായിരുന്നില്ലേ? അല്ല, എന്റെ ജോർജ് നെവിൻ എന്നാണ് അവരിട്ടത്. ജോർജ് നമ്മിങ്ങനെ ജോർജ് എന്ന് പറഞ്ഞാൽ ജോർജ് പൗട്ട് ചെയ്യും നമ്മളുടെ ജോർജ്. അതെ. പക്ഷെ എനിക്ക് അത് ഒരു തന്ത വൈബായിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ എന്റെ ഫാദറിന്റെ പേര് എടുത്തിട്ടു, കപ്രീഷ്യസ് അംബ്രോസ്. നെവിൻ കപ്രീഷ്യസ് അംബ്രോസ്. നെവിൻ വീട്ടുകാരിട്ട് തന്നതാ. അത് പിന്നെ ഞാൻ മാറ്റിയില്ല, അങ്ങനെ തന്നെ കിടന്നു. അതെ. അപ്പൊ ഈ ഇങ്ങനെ പേര് ഓരോന്ന് ആഡ് ഓൺ ചെയ്തോണ്ടിരിക്കുമ്പോ മറ്റേ നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫിലൊന്നും പേര് മാറ്റുന്നില്ല. ഇല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. പറച്ചില് മാത്രം ഇങ്ങനെ. അതല്ല, ഇപ്പം പല ഫിലിം സ്റ്റാർസിന്റെയും ശരിക്കുള്ള പേരിലല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. ആണോ? ആ ചിലവരുടെയൊക്കെ അല്ലെന്ന് പറഞ്ഞില്ലേ, ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ. നെവിൻ മൊത്തത്തിൽ നെവിന്റെ ഒരു പേഴ്സണാലിറ്റി, നെവിന്റെ ഒരു സ്റ്റൈല്, നെവിൻ ഭയങ്കര ഗ്ലാമർ, സൗന്ദര്യം. പറഞ്ഞോ. അതെ. ഇതെല്ലാം ഒരു കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് ആണ്. അപ്പൊ ഇനി പേരും കൂടെ വരുമ്പോഴത്തേക്ക് വേറെ തന്നെ ലെവൽ. ഇത്രയും എന്താ പറയാ, ഇങ്ങനെ ഇത്രയും പേര്. ഈ നെവിൻ കപ്രീഷ്യസ് എന്നുള്ള പേരില് കേരളത്തിൽ ആരുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് ഞാൻ പല വിക്കിപീഡിയയിൽ അടിച്ചു നോക്കി. പക്ഷെ നെവിൻ കപ്രീഷ്യസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ തന്നെ ഉള്ളൂ. ആരുമില്ല. കൊടുങ്കാറ്റ് അതിനർത്ഥം. അതെ, നിങ്ങളൊരു കൊടുങ്കാറ്റ് തന്നെയാണല്ലോ. അപ്പൊ ആദ്യം തന്നെ കൊടുങ്കാറ്റിന്റെ അടുത്ത് ഫസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ് പറയട്ടെ. നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് നടത്തിയ മൈൽസ്റ്റോൺ എന്റർടൈൻമെന്റ് അവാർഡ്സിലെ ദ ബെസ്റ്റ് എന്റർടൈനർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത് നെവിൻ ആയിരുന്നു. അന്ന് നമ്മുടെ നെവിൻ ബിഗ് ബോസിനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്ന ഒരു താരപരിവേഷമായിരുന്നു. ഉണ്ട്, പക്ഷെ അന്ന് വന്നപ്പോ തന്നെ നെവിൻ കഴിഞ്ഞു വന്ന് നല്ല രസമായിട്ട്. സന്തോഷായോ ഞങ്ങളുടെ അവാർഡ് കിട്ടിയപ്പോ? ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ഇന്റർവ്യൂ മൈൽസ്റ്റോൺ ആയിരുന്നു. അതുകൊണ്ട്
അതൊരു വേറിട്ട ഇന്റർവ്യൂ ആയിരുന്നു. ആണല്ലേ? ഞാൻ സത്യം പറഞ്ഞിട്ടെങ്കിൽ ആ ഇന്റർവ്യൂ കണ്ടിട്ടില്ല. അതെന്താ കാണാത്തെ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിഗ് ബോസിലേക്ക് പോയി, അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചെറിയ ചെറിയ ഷോർട്സ് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് കാണണ്ടേ? എന്തൊരു വേറിട്ടൊരു ഇന്റർവ്യൂ ആയിരുന്നു അത്. ആണോ? ഇനി ഞാൻ ചെന്ന് കാണാം. ഇന്ന് ചെന്നിട്ട് നെവിൻ അത് കാണണം. നെവിൻ എന്തൊക്കെയാണ് നമ്മുടെ ഇന്റർവ്യൂല് പറഞ്ഞത്, ചെയ്തത്. എന്തൊക്കെയോ ചെയ്തു. പക്ഷെ അന്ന് ആ ഇന്റർവ്യൂവിൽ ഇരുന്ന നെവിനും ഇന്നിപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നെവിൻ ഈ കുറെ പേരുണ്ടല്ലോ, ഭയങ്കര ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ചോദിക്കട്ടെ, അന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോഴത്തെ നെവിൻ ബിഗ് ബോസിന് മുന്നേ ആണ് വന്നത്. അന്നിപ്പം നെവിൻ അറിയില്ലായിരുന്നു ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എത്ര ദിവസം നിൽക്കുമെന്നോ എന്താണ് എങ്ങനെയാന്നൊന്നും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഐ എം ഷുവർ നെവിന്റെ ലൈഫും ലൈഫ് സ്റ്റൈലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. സി ലുക്ക് അറ്റ് യു, ഇപ്പൊ തന്നെ എന്തൊരു സ്റ്റൈലിഷ് ആണ്, എന്ത് ഹാൻസം ആയി. ആ തൊപ്പി ഒന്ന് ഒരുക്കി. ഇപ്പത്തെ ഹെയർ സ്റ്റൈൽ എന്താ നോക്കട്ടെ, ഹെയർ സ്റ്റൈല് ഒന്ന് കാണട്ടെ. തൊപ്പി ഒന്ന് മാറ്റിക്കേ. ഇനി തൊപ്പിക്ക് എന്തിനാ മാറ്റണ്ട? അത് കാണട്ടെ. കേളി ഹെയർ ഒക്കെ മാറ്റിയോ? കേളി ഹെയർ ഇടക്ക് ഞാൻ കേളി ഹെയർ ആക്കും, എനിക്ക് പിന്നെ എന്തോ ആവാലോ. ഇപ്പൊ വെള്ളം നനച്ചാൽ കേളി ഹെയർ ആകും. നമ്മൾ എപ്പോഴും ഒരേ ഇതിൽ തന്നെ കണ്ടോണ്ടിരിക്കുന്നത് ഇച്ചിരി ബോറ. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് പോയി വെള്ളം കാണിച്ചാ മതി. അതെ അതെ അതെ, ഇത് ഞാൻ തന്നെ ഇന്ന് മറ്റേ സാധനം വെച്ചിട്ട് ഇങ്ങനെ സ്ട്രൈറ്റൻ ചെയ്തോണ്ടിരുന്നതാണ്. അപ്പൊ എത്ര സമയമാണ് നിങ്ങളെ തന്നെ ഇങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട്? ഒരു 1 hour. 1 hour മതി? എനിക്ക് അത്രയൊക്കെ മതി. എത്രയുണ്ട് ഇത്? എത്ര കളക്ഷൻസ് ഉണ്ടാവും? എനിക്ക് ഇപ്പം 78 സംതിങ് അത്രയൊക്കെ ഉണ്ടാകും. ഞാൻ 56 ബിഗ് ബോസിലേക്ക് പോകുമ്പോ. പോകുന്നതിന് മുമ്പേ ഉണ്ട്. എന്റെ പ്രൊഫൈൽ ഷൂട്ടൊക്കെ സ്പെക്സിന്റെ ഇങ്ങനെ, അത് എനിക്കൊരു വീക്ക്നെസ് ആണ്. പവറാണോ? അല്ല അല്ല, ബ്രാൻഡ് ക്ലാഡഡും അല്ല, ഞാൻ ബ്രാൻഡും അല്ല. നമുക്ക് വെക്കുമ്പോ ഭംഗി ഉണ്ടാവണം, പിന്നെ വെറൈറ്റി ആയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ എന്റെ കോൺസെപ്റ്റ്. പോകുന്ന വഴി വേറിട്ട കളറിൽ വേറിട്ട സ്റ്റൈലിഷ് അങ്ങനെ സ്റ്റൈലിലുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വാങ്ങിക്കും. അതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. ഓക്കെ, അപ്പൊ പറയും, ഈ ബിഗ് ബോസിൽ പോയതിനു ശേഷം ശരിക്കും നെവിന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഡെഫിനറ്റ്ലി. എന്ത് തോന്നുന്നു? എനിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട്. അതെ, ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ അന്ന് വന്നത്, ഐ തിങ്ക് ഞാനൊരു 5 years ബാക്ക് ഞാൻ വാങ്ങിച്ചൊരു ജാക്കറ്റ് എന്തോ ആണ് ഞാൻ ഇട്ടിരുന്നത്, എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു ഷർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ കിലോ കണക്കിന് നമ്മളിങ്ങനെ വാങ്ങിക്കത്തില്ലേ, അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു. അതിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാം കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 60 രൂപ അല്ലെങ്കിൽ അതിൽ താഴേക്കായിരിക്കും. നമ്മൾ വെയിറ്റ് കണക്കിനല്ലേ നമ്മൾ വാങ്ങിക്കുന്നത്, ചില ഷോപ്പുകളിൽ കിട്ടത്തില്ലേ വെയിറ്റ് നോക്കിയിട്ട്. അങ്ങനെയുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ അതാണ് ഇട്ടത്. പക്ഷെ ഇന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു, അത് മാത്രമാണോ പറയുമ്പോൾ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്? പിന്നെ കേരളം മുഴുവൻ അറിഞ്ഞു. പിന്നെന്തുവാ, നല്ല നല്ല കേരളം മാത്രമൊന്നുമല്ല, ലോകം മുഴുവൻ അറിഞ്ഞു, വ്യാപിച്ചു. ഈവൻ പോർച്ചുഗീസിലുള്ള ഒരു ഇൻഫ്ലുവൻസർ പോലും നമ്മളെ എന്റെ അനുമോളുടെ അന്നത്തെ മറ്റേ ആ വിഷയം എടുത്ത് സംസാരിക്കും. നമ്മള് പോർച്ചുഗീസിലും ഫേമസ് ആയി. അതെ. പിന്നെ വേറെ എന്തുവാ മാറ്റം? നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, എന്റെ കഴിവുകൾ ആൾക്കാർ തിരിച്ചറിഞ്ഞു. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ മാറ്റം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ബിഗ് ബോസ് കാണുന്നത് തന്നെ നെവിനെ കാണാൻ വേണ്ടിട്ടാണ്. നെവിനെ കുറച്ച് സമയം സ്ക്രീനിൽ കണ്ടില്ലെങ്കിൽ നെവിൻ ഇവിടെ പോയി, അടുത്ത ഇന്റർവ്യൂ പറയുമ്പോഴത്തേക്ക് മാറ്റി പറയാൻ നിൽക്കരുത്. സത്യമായിട്ട് മാറ്റി പറയൂല, ഇത് ജെന്യുവനായിട്ട് പറയണതാ. നെവിൻ ഇവിടെ പോയി. കാരണം നെവിൻ കാണിച്ചു കൂട്ടുന്ന കുറെ കുസൃതിത്തരങ്ങളും അത് മാത്രല്ല നെവിൻ തുള്ളിച്ചാടുന്നുണ്ടല്ലോ ഇടയ്ക്ക്. അയ്യോ, ഞാൻ എന്റെ ചിരിച്ച് നെവിൻ ഇങ്ങനെ തുള്ളിച്ചാടണം, ഇങ്ങനെ ചെയ്യണേ. എന്നിട്ട് ഈ ഹല്ലേ ഞാൻ എത്ര തവണ പറഞ്ഞു നോക്കിയെന്നറിയോ, നെവിൻ പറയണ പോലെ കിട്ടണില്ല. നെവിൻ പറയണ പോലെ അത് ലാലേട്ടൻ പറയിപ്പിച്ച് കഴിഞ്ഞപ്പോഴും അതെ, ഞാൻ അന്ന് അവിടെ ഇരുന്നിട്ട് എത്ര തവണ, ഇപ്പൊ എന്റെ ശബ്ദം കിട്ടുന്നേ ഇല്ല. അതെ, അതെനിക്ക് മനസ്സിലായി, ആട് കരയുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ ശബ്ദം സോത്രോട്ടായിട്ടിട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതൊക്കെ ഇതിനു വേണ്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എല്ലാവരും ഇതുപോലെ ഇഷ്ടപ്പെടുന്ന വേണ്ടിയിട്ട് നെവിനായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ക്യാരക്ടറാണോ അത്? ഒരിക്കലും അല്ല. സത്യം പറ. ഞാൻ സത്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ വിശ്വസിക്കാൻ പറ്റാത്തത്? ഇനിയിപ്പോ ഞാനിപ്പോ എന്താ പറയേണ്ടത്? അല്ല, ഞാനത് ക്രിയേറ്റ് ചെയ്താണ് അങ്ങനെ പറയണം. അല്ല, ആ കണ്ടതൊക്കെ ഒരു ഫേക്ക് ആയിട്ടുള്ള നെവിനാണോ ഒറിജിനൽ നെവിനാണോ? എന്താ തോന്നുന്നു?
എനിക്ക് ചില സമയം തോന്നും നിങ്ങൾ ഒറിജിനൽ ആണ്, ചില സമയം ഇത് ചുമ്മാ ഒരു അട്രാക്ഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്ന് തോന്നിയിട്ടുമുണ്ട്. ആണോ? അപ്പം ആ തോന്നൽ അങ്ങനെ തന്നെ വെച്ചു. അങ്ങനെ വേണ്ട, ഞാൻ നെവിൻ പറയും. ഇല്ല നെവിന്റെ ഞാൻ റിയൽ പറയട്ടെ, ലൈഫ് നെവിൻ എന്താണെന്ന് എനിക്ക് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. പ്രേക്ഷകരിലേക്ക് ഓൾറെഡി ഇപ്പം രമി ചേച്ചി എത്തിക്കേണ്ട ആവശ്യം എന്തിനാ? ഓൾറെഡി ബിഗ് ബോസിൽ കയറിയപ്പോ തന്നെ എന്റെ ലൈഫ് എന്താന്നുള്ള പ്രേക്ഷകര് അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഇനി രമി ചേച്ചി എന്റെ ലൈഫ് അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഓൾറെഡി അത് തുറന്നിട്ടൊരു പുസ്തകം ആണ്. അപ്പൊ ശരിക്കും അങ്ങനെ തന്നെയാണ് നെവിൻ. ഞാൻ അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ ഇമോഷണലി ഇപ്പൊ എപ്പോഴും ഇങ്ങനെ ചാടി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം എന്റെ ഇമോഷൻസ് എല്ലാം ഞാൻ അവിടെ കണ്ടിട്ടില്ലേ, കാണിച്ചില്ലേ. അപ്പൊ അത് ഫേക്ക് ആണെന്ന് രമി ചേച്ചിക്ക് തോന്നി? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ലല്ലോ. അതാണ് പറഞ്ഞത്, ഞാൻ പറയിപ്പിച്ചു. ഒറിജിനൽ. ഇങ്ങനെയാണോ നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴും പുറത്ത് നിൽക്കുമ്പോഴും? ഉറപ്പായിട്ട്. പിന്നെ ഇപ്പൊ ഇന്റർവ്യൂവിൽ അതെ, ഇന്റർവ്യൂവിൽ ഇപ്പൊ ഞാൻ കുറച്ചേക്കാ. മറ്റേ എന്റെ ഫ്രണ്ട് അഭിഷേകിന്റെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അഴിഞ്ഞാടും. ഞാൻ അങ്ങനെ അങ്ങ് അഴിഞ്ഞാട്. ഇത് നിങ്ങളുടെ സ്പേസ് ആണ് നെവിൻ. മൈൽസ്റ്റോൺ മേക്കേഴ്സിലല്ലേ ഇരിക്കണേ, നെവിന്റെ സീറ്റിലാണ് നെവിൻ ഇരിക്കണേ. നെവിൻ അങ്ങ് അഴിഞ്ഞാട്. നെവിൻ എന്താണെന്ന് മാത്രം നെവിനായിട്ട് തന്നെ ഇരുന്നാ മതി. 100 ദിവസം അഴിഞ്ഞാടിയത് കണ്ടത് മതിയായില്ലല്ലേ? ശരി, ആയിക്കോട്ടെ. അതെന്ത് രസം. നെവിൻ ചില സമയത്ത് നെവിന്റെ പൊട്ടിച്ചിരിയും കളിയും ചിരിയും ബഹളവും കാണും. പക്ഷെ ഒരു സമയത്ത് നമ്മൾ നെവിന്റെ ഇഷ്ടപ്പെടാത്തൊരു ഫേസ് ഞങ്ങൾ കണ്ടു. അത്രയും പെട്ടെന്ന് അപ്പൊ എനിക്ക് തോന്നി ഒരു പക്ഷെ ഇത്രയും എക്സ്ട്രീം ആയിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തി എക്സ്ട്രീം ആയിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യും, എക്സ്ട്രീം ആയിട്ട് കരയുകയും ചെയ്യും. അവരുടെ ഇമോഷൻസ് എല്ലാം എക്സ്ട്രീം ആയിരിക്കും. അത് അന്ന് ആ കയ്യിൽ നിന്ന് പറ്റിപ്പോയതുണ്ടല്ലോ, നെവിൻ ശരിക്കും റിഗ്രറ്റ് ചെയ്തോ? ഞാനോ? ഇല്ല, ചെയ്തില്ല. റിഗ്രറ്റ് ചെയ്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിന്റെ? ഷാനവാസ് ഏറ്റവും കൂടുതൽ പനിഷ്മെന്റ് കിട്ടിയത് ഞാൻ ആലോചിച്ചത് അനുവിന്റെ കേസാണ്. അതും കഴിഞ്ഞിട്ട് പിന്നെ പനിഷ്മെന്റ് കിട്ടിയത് ഇതിലും കൂടെ കഴിഞ്ഞപ്പോഴല്ലേ ഫൈനലിൽ വലിയൊരു പനിഷ്മെന്റിലേക്ക് പോയത്. അതാ ഞാൻ ചോദിക്കുന്നത്. അവിടെ അന്ന് ലാലേട്ടനും കുറെ ശകാരിച്ചല്ലോ. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല, അബദ്ധം പറ്റിപ്പോയി. അത് ഓഫ് കോഴ്സ് ഞാൻ അത് ബിഗ് ബോസിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ക്ഷമയും ചോദിച്ചു. അല്ലാതെ ആ സെക്കൻഡിൽ തന്നെ തോന്നുമെന്ന് ഞാൻ ചോദിക്കണേ. ആ സെക്കൻഡിൽ തന്നെ അതവിടെ ഗെയിം ആണല്ലോ. അപ്പൊ പിന്നെ നമ്മള് അവിടെ ഒരു മിക്സഡ് ഇമോഷൻ ആയിരുന്നു. ഇത് എന്താണ് സംഭവിച്ചെന്നുള്ള അതൊരു ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മൂവ് ഓൺ ചെയ്തു. എനിക്ക് അത് കഴിഞ്ഞിട്ട് അനുവായിട്ട് പോയിട്ട് എനിക്ക് ഒന്നുമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നും പറഞ്ഞ് അവിടെയും പോയി ആ പനിഷ്മെന്റ് കഴിഞ്ഞ്. അപ്പൊ എല്ലാവരും ആദ്യമൊക്കെ നമ്മളിവിടെ പുറത്തിരുന്ന് പലരെയും ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നവരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറയുമ്പോൾ എല്ലാവർക്കും നെവിനെ ഭയങ്കര ഇഷ്ടമാണ്, നെവിന് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെവിന്റെ വേറൊരു ഫേസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. നെവിൻ എന്താ ഇങ്ങനെ ചെയ്തേ, നെവിൻ എന്താ അങ്ങനെ, അതിപ്പോ നെവിന്റെ വേറൊരു ഗെയിം ആണോ, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നി നെവിൻ അവിടെ ചെയ്യുന്ന കണ്ടു. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് നെവിൻ പിന്നെ കോംപ്രമൈസ് ചെയ്തു. നെവിൻ അവിടെ ക്ഷമ ചോദിക്കണു. അപ്പൊ ഭയങ്കര പിന്നെ ഇഷ്ടം കൂടുതലായി. നെവിൻ അഡ്മിറ്റ് ചെയ്തു നെവിന്റെ. ഞങ്ങള് ആൺകുട്ടികള് നമ്മുടെ പള്ളിയിലച്ഛൻ നമ്മുടെ തൃശ്ശൂരുള്ള ഏതൊരു പള്ളിയിലച്ഛന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ. നമ്മളെ മണ്ണ് വെച്ചിട്ടല്ലേ ദൈവം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ പെൺകുട്ടികൾ കരയുമ്പോഴത്തേക്ക് അലിഞ്ഞങ്ങടില്ലാണ്ടാണ്. സത്യം, പെൺകുട്ടികളല്ല ആര് കരഞ്ഞാലും ആൺകുട്ടികൾ പൊതുവേ അങ്ങോട്ടേക്ക് മനസ്സങ്ങടെ അലിയും. പക്ഷെ നിങ്ങൾ അലിയത്തില്ല, നിങ്ങളെ ഞങ്ങളുടെ എല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് ആസിഡ് ഒഴിച്ചാലും നിങ്ങൾ അലിയത്തില്ല. സ്ട്രോങ് ആയിട്ട് ഞാനൊരു അലിഞ്ഞു പോയൊരു മൺപ്രതിമയാണ്. അലിഞ്ഞു പോയ മൺപ്രതിമ ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഫാൻസ് ഒക്കെ എങ്ങനെ ഫാൻസിനെ കൊണ്ടിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സ്നേഹം, ആ ഒരു അക്സെപ്റ്റൻസ് എന്നാണ് ഞാൻ അതിനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കിട്ടി. ഞാൻ വിചാരിച്ചത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയല്ലേ വിചാരിച്ചിട്ടുള്ളൂ. അവിടെ ഞാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ അല്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അല്ല. ആകെ ഉള്ളത് ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ അറിയാം. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊരു 1 വീക്കാണ് ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. പിന്നെ നിന്നു. പക്ഷെ ഓക്കെ, അപ്പൊ പുറത്തേക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ നെവിന് ഫാൻസ് കൂടി, എവിടെ ചെന്നാലും എല്ലാവരുടെയും ഇഷ്ടം. അപ്പൊ പോയതിന് അല്ലേ ശരിക്കും ഇപ്പൊ നോക്ക, ലുക്കറ്റ് എത്ര സ്റ്റൈലിഷ് ആയിട്ട് എത്ര ഭംഗിയായിട്ട് ഇങ്ങനെ ക്യാരി ചെയ്തൊക്കെ നിൽക്കുന്നത്. വാർഡ്രോബ് ഫുൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ചെയ്തു. സൈസസ് എല്ലാം മാറിയിട്ടുണ്ടാവും.
ഇപ്പൊ ഞാൻ വീണ്ടും ബാക്ക് ടു നോർമൽ ആയില്ലേ? ഇല്ലേ, കഴിഞ്ഞ ബാക്ക് ടു നോർമൽ നോർമൽ ആയിട്ടില്ല, ആയില്ലേ? നോർമൽ ആയിട്ടില്ല. അതെന്റെ ഫസ്റ്റത്തെ ഇന്റർവ്യൂ കാണാത്തത് അല്ല, കൊണ്ടായിരിക്കും. ഇതിപ്പോ നെവിൻ പോയപ്പോ പിന്നെ എങ്ങനെയായിരുന്നു? ഞാൻ കുറച്ചോണ്ടിരിക്കുക. ആ അങ്ങനെ അങ്ങനെ. അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ നെവിൻ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതലൊക്കെ നെവിന് കിട്ടി ഇപ്പൊ ബിഗ് ബോസ് നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ. അങ്ങോട്ട് ചെന്നപ്പോ നെവിൻ പറയണ്ട വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഒരു 2 വീക്സ് നിൽക്കാം എന്നൊക്കെ. അപ്പൊ ആ 2 വീക്സിൽ നിൽക്കാനും അല്ലെങ്കിൽ ക്യാമറ കണ്ണുകൾ കൂടുതൽ വരാനൊക്കെ വേണ്ടിയിട്ടാണോ നെവിൻ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ഇത്ര കൂടുതൽ ക്രേവിങ്സ് കാണിച്ചതും കട്ട് തിന്നതും ഒക്കെ? അതൊരു ഗെയിം ഇതായിരുന്നോ? അല്ല, ഞാനിത് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നമ്മളിപ്പം അവന്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ട്. ദാറ്റ് വാസ് മൈ സ്ട്രെസ് ഈറ്റിംഗ്. അങ്ങനെ തന്നെയാണ്. സോ അപ്പൊ നോർമൽ ലൈഫിലേക്ക് നോർമൽ വരുമ്പോഴും ലൈഫിൽ stress ഞാൻ വരുമ്പം അങ്ങനെ ഇപ്പൊ നമുക്ക് സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ പാർക്കിൽ പോവാം, ലുലു മാളിൽ പോവാം, ബീച്ചിൽ പോയിട്ടിരിക്കാം, ഓ ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിച്ച് കഴിക്കാം. ഓപ്ഷൻസ് പലതുണ്ട്. ഉണ്ട്. അവിടെ ആകെ ഫുഡ് മാത്രം. എനിക്കെന്ന് പറയുന്നത് ഫുഡിനോട് കണക്ട് ആയതുകൊണ്ട് ഞാൻ ഫുഡ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായിരുന്നു അവിടെ ഇത്ര സ്ട്രെസ് വരാനായിട്ട്? കണ്ടില്ലല്ലേ അപ്പം. പറഞ്ഞേ, നെവിനെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കിയത് എന്തൊക്കെയാ? എന്റെ ഡ്രസ്സ് കിട്ടാത്തോണ്ടായിരുന്നു ഇത്രയും. പിന്നെ അത് മാത്രല്ല, നമ്മള് എല്ലാം ഡിറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സമയമില്ല. അതിൻ്റെ അകത്ത് ഇപ്പം ഉറപ്പായിട്ട് എല്ലാവർക്കും അവിടെ സ്ട്രെസ് ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, ചിലര് സ്ട്രെസ് റിലീഫ് ചെയ്തത് ഷൗട്ട് ചെയ്തിട്ടായിരിക്കും, ചിലത് ഇതേപോലെ ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും. അതെ, അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ നെവിനെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കിയത് എന്തൊക്കെ കാര്യങ്ങൾ? ഇപ്പം നെവിൻ പറയുന്നത് ഡിറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ്. പക്ഷെ അവിടെ നിന്ന് അമ്മയും സിസ്റ്ററും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴും നെവിൻ അത് അവരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെവിൻ പറയുന്നുണ്ട് നെവിൻ വീട്ടിൽ നിന്ന് മാറി പലപ്പോഴും ദൂരേക്കൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. സോ ഫാമിലി മെമ്പേഴ്സിനെ 2-3 മന്ത്സോ കുറെ നാൾ കണ്ടില്ലല്ലോ, നെവിൻ ബോധേഡല്ല, കുഴപ്പമില്ല എന്നൊക്കെ. അപ്പൊ ഇപ്പൊ നെവിൻ പറഞ്ഞ പോലെ അങ്ങനെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് ഒരിക്കലും അല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് മാറി നിന്ന ഡിറ്റാച്ച്മെന്റ് അല്ല. എന്റെ സാഹചര്യങ്ങൾ, ഞാനവിടെ വളരെ ഫ്രീഡമായിട്ട് നടക്കുന്ന, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ നിന്ന് മാറി ഫ്രീഡത്തിൽ നിന്ന് അതാ ഞാൻ ഉദ്ദേശിച്ചത്. വളച്ചൊടിക്കല്ലേ? അതാണ് ഞാൻ ആ പോയിന്റിലേക്ക് എത്തിക്കാനാണ് ഞാൻ നോക്കിയത്. അപ്പൊ ആ ഒരു ഫ്രീഡം ശരിക്കും മിസ് ചെയ്തു. കൂട്ടിലിട്ട കിളി, ആ കിളിയുടെ വിഷമങ്ങളായിരുന്നു ഞങ്ങൾ കണ്ടത്. അപ്പോൾ കൂട്ടിലിട്ട കിളി ഞാൻ ഫസ്റ്റ് ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. നല്ല സ്മാർട്ട് ആയിട്ട്, നല്ല കുട്ടിയായിട്ട് ടപ്പേന്ന് ഉത്തരം പറഞ്ഞോളൂ. പറയാൻ പറ്റുന്നാണെങ്കിൽ ഞാൻ പറയും. അപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ബി വിത്ത് രമിയിൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് നെവിന്റെ അടുത്ത് ഒരു സെഗ്മെന്റിലേക്ക് പോകുന്നു. പറയാതെ വയ്യ. ആദ്യം തന്നെ നമുക്ക് ഈ സെഗ്മെന്റിലൂടെ തന്നെ പോവാം. ഓക്കെ, പറയാതെ വയ്യ. അപ്പൊ പറഞ്ഞേ പറ്റൂ കേട്ടോ. ഞാനല്ലേ തീരുമാനിക്കുന്നത് പറയണോ വേണ്ടത്. പറഞ്ഞേ പറ്റൂ. ചോദിക്ക്. നെവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നെവിൻ വിചാരിച്ചിട്ട് എന്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരം പറയാൻ വേണ്ടിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പറഞ്ഞോ. ഈ നെവിൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. എന്ത് ക്യൂട്ടാ നെവിൻ, എന്ത് ക്യൂട്ടാണ്. അങ്ങനെയല്ലല്ലോ. കാണിക്കേ എന്ത് രസാണ്. പിന്നെ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഓരോന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സോ ക്യൂട്ട്. ഓക്കെ, അപ്പൊ ബിഗ് ബോസ് ഹൗസിൽ കയറിയ ദിവസം ആരെയാണ് ചെറുതായെങ്കിലും ഒന്ന് ഭയന്നത്? ഞാന് അക്ബറിനെയോ? എന്തുകൊണ്ടാ? അത്രയും വലിയ ആചാന ബാഹു. കണ്ടിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെ കണ്ടിട്ട് ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ട് ഭയന്നത് അക്ബറിനെ കണ്ടിട്ടാണ്. ഗെയിമിന്റെ കാര്യമൊക്കെ ഞാൻ ആലോചിച്ചത്. പൊതുവെ എനിക്ക് മറ്റേ ഫിസിക്കൽ ഗെയിമിനോടായിരുന്നു. അറിയാലോ, ഫിസിക്കൽ ഗെയിമിന് എനിക്ക് വലിയ പക്ഷെ മൈൻഡ് ചെയ്യാൻ നന്നായിട്ട് കളിക്കും. പക്ഷെ ഫിസിക്കൽ ഓക്കെ. അപ്പോ അക്ബറിനെയാണ് ഞാൻ ആദ്യം ഭയന്നത് ആ ഒരു കാര്യത്തിൽ. ഓക്കെ, ഇനി നമ്മൾ ഗെയിം കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ 2 ആഴ്ചയെ നിൽക്കാനായിട്ട് പോയി എന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ നമ്മളൊരു മത്സരത്തിലേക്കൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടണം എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് അല്ലെ? നെവിനും എവിടെയെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും? ഇല്ല, കള്ളം ഞാൻ പറയുന്നല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എസ്പെഷ്യലി അവിടെ ആകെ എൻ്റെ അടുത്തുള്ള ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2 ആഴ്ച നിൽക്കുക, പിന്നെ കുറച്ചൊന്ന് ഫേമസ് ആവുക, അതായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഞാൻ സേവായി വരുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ ഒരു പ്രതീക്ഷ, അല്ലാതെ ഒരു ആഗ്രഹം എന്നുള്ളൊരു സാധനം എനിക്ക് കാരണം എനിക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഇൻ ബിറ്റ്വീൻ കുറേ ടാസ്കുകളൊക്കെ വന്നിരുന്നു, PR കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും തന്നെ ഞാൻ ഉറപ്പിച്ചു. കാരണം ഞാൻ എൻ്റെ അക്കൗണ്ട് ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടാണ്
ബിഗ് ബോസിലേക്ക് കയറിയത്. പക്ഷെ ഇവിടുന്ന് തുറന്ന ഉടനെ തന്നെ അങ്ങോട്ടേക്ക് കുതിച്ച് കയറിയിട്ടുണ്ട്. യെസ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ പേടിച്ചിട്ടില്ല അങ്ങനെ ആ ഒരു കാര്യത്തിൽ എനിക്ക് പേടിച്ചില്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് 100 ദിവസം നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ 100 ദിവസം നിന്ന് ലാസ്റ്റ് 5 വരെ വന്നല്ലോ. ആ സമയത്ത് ഒരു അപ്പോഴെങ്കിലും മനസ്സിൽ എനിക്ക് ഫസ്റ്റ് കിട്ടുമോ, അപ്പൊ ഇതിനകത്ത് എനിക്ക് അല്ലായിരിക്കും വേറൊരാൾക്കായിരിക്കുമല്ലോ ഫസ്റ്റ് പോവുക? ഒരിക്കലും ഇല്ല. കാരണം ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു എൻ്റെ എലിമിനേഷൻ അക്ബർ കഴിഞ്ഞാൽ ഞാനായിരിക്കും എന്നുള്ളത്. എന്റെ മുഖത്ത് എന്തെങ്കിലും കണ്ടായിരുന്നു? ഞാൻ അവിടെ പൂക്കി വെച്ചിട്ടല്ലേ പോയത്. ഞാൻ പ്രതീക്ഷിച്ചത് അക്ബറിന്റെ പൊസിഷനിൽ ഞാനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു, ഒരു ന്യൂട്രൽ ആയിരുന്നു. അതിന് വലിയ സന്തോഷമായി എന്നല്ല പറയുന്നത്. യെസ്. പക്ഷെ അന്നേരം ആ കപ്പ് കിട്ടും എന്നുള്ള ഒരു ഇത് ഉണ്ടായിട്ടേ ഇല്ല. എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ഓക്കെ, ശരി. ബിഗ് ബോസ് വീട്ടിൽ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ നെവിൻ ചെയ്തേനെ എന്ന് തോന്നുന്ന ഒരു കാര്യം? ബിഗ് ബോസ് വീട്ടിൽ ക്യാമറ ഇല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? എന്തൊക്കെയാ ചെയ്തേനെ? അങ്ങനെ എല്ലാം എന്തൊക്കെ ചെയ്തേനെന്ന് പറ. ഞാൻ മേ ബി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മദറിനെ വിളിച്ചിട്ട്, അതായത് പ്രീതാന്റിനെ വിളിച്ചിട്ട് ഗോസിപ്പ് പറയും ഞാൻ. അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി തന്നെ ഞാൻ വിളിച്ച് പറയിച്ചിരിക്കുന്നത്, ഹലോ ആൻറ്റി, ഇന്ന് അവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, അവൻ്റെ പോക്ക് തീരെ ശരിയല്ല, അവൻ ഇപ്പോഴേ കടിഞ്ഞാൾ ഇടണം ആൻറ്റി, അല്ലെങ്കിൽ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നൊക്കെ ഞാൻ അങ്ങനെ ഇതല്ലാണ്ട് ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, അഭിഷേകിൻ്റെ അടുത്ത് പറയും, എടാ നിനക്ക് എന്നെ അപ്പം അത്രയും വിശ്വാസമുള്ളല്ലേ, ശരി ആയിക്കോട്ടെ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാനാണ് പറഞ്ഞു കൊടുത്തത് ആന്റിയുടെ അടുത്തെന്നുള്ളത്? അങ്ങനെ എന്തൊരു ഡബിൾ പ്ലേ ആണ്. രസമല്ലേ? അപ്പൊ അത് അവർക്ക് ഇതൊരു മനസ്സിലായിട്ടില്ലേ? പിന്നെ മനസ്സിലാക്കി എടുത്ത് മനസ്സിലായി. ഓക്കെ, വിന്നർ ആവാതിരുന്നത് കൊണ്ടാണ് ആളുകൾ നെവിനെ കൂടുതൽ സ്നേഹിച്ചത്, ശരിയാണോ? വിന്നർ ആവാതിരുന്നത് കൊണ്ടാണോ? അതെനിക്കറിയില്ല. മേ ബി ചിലര് പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് വിന്നർ ആവാമായിരുന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്തത് നെവിൻ ആകുന്നായിരുന്നു, അങ്ങനെ പറയുന്നത് തന്നെയല്ലേ അത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ താമസിക്കുന്നതും അല്ലാതെ ഒരു കുറച്ച് നാളത്തേക്ക് മാത്രം ഒരു ഷോയിൽ നിൽക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. നെവിൻ അവിടെ ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഇങ്ങനെ കോമാളിത്തരൊക്കെ കാണിച്ചപ്പോൾ നെവിൻ വിചാരിച്ചു പുറത്ത് എല്ലാവർക്കും എന്നെ ഇത്രത്തോളം ഇഷ്ടമായിരിക്കും? ഇല്ല, കാരണം ഞാൻ പല രാത്രികളിലും ഒരുപാട് രാത്രിയിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ടില്ലേ, അത് ഞാൻ എല്ലാ വീക്കെൻഡിലും ഞാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടോ? പാക്ക് ചെയ്ത് ഇങ്ങനെ വെക്കും, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വെക്കും. അപ്പം അതൊക്കെ പാക്ക് ചെയ്ത് വെക്കും, എല്ലായിടത്തും യാത്ര പറയും. പിന്നെ എനിക്കും അക്ബറിനെ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഞാൻ പോകും. കാരണം അങ്ങനെ അത്രയ്ക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ വെക്കില്ലായിരുന്നു. ഹൗസിൽ ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റുഡ് ആയ ഒരു കണ്ടസ്റ്റന്റ് അക്ബർ ആണോ? അപ്പം അതെന്താ? അക്ബറിനെ നമ്മൾ അതിനകത്ത് എല്ലാരും തെറ്റിദ്ധരിച്ചല്ലോ, കുത്തിത്തിരിപ്പും ഇങ്ങനെയാന്നൊക്കെ. അങ്ങനെ ഒന്നും അല്ലേ അപ്പൊ അക്ബർ? അല്ല, ഒരിക്കലും അല്ല. അക്ബർ ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു ഒരു ക്യാരക്ടറാണ്. പിന്നെ ഞാൻ എപ്പിസോഡ് ഇപ്പോഴും കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് മനസ്സിലായിടത്തോളം തെറ്റിദ്ധാരണയാണ് ആൾക്കാരുടെ. അക്ബറിന്റെ ക്യാരക്ടർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്യുവറാണ്. ദേഷ്യം വന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കും, സങ്കടം വന്നാൽ സങ്കടം, സ്നേഹം വന്നാൽ സ്നേഹം. സോ അക്ബറിനെ ഞാൻ തെറ്റിദ്ധരിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരാളാണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടല്ല ഞാൻ നോമിനേഷന്റെ സമയത്ത് ഈ വേലങ്ങോടി അടങ്ങി പോയി പോട്ടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ നോമിനേഷൻ ശാപങ്ങളായിരുന്നില്ലേ, പോട്ടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് ഞാൻ അങ്ങനെ വിചാരിച്ചതുണ്ടാ. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. എന്നിട്ട് കൂട്ടുകാരനല്ലേ പൈസയൊക്കെ തന്നോ അക്ബർ തിരിച്ച് പുറത്തിറക്കി കഴിഞ്ഞപ്പോ? അക്ബർ തരും. ഇല്ല, എനിക്ക് വിശ്വാസമാണ് അക്ബർ തരും. പക്ഷെ ഞാൻ ചോദിക്കില്ല അക്ബറിന്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരെക്കാട്ടിയും കൂടുതൽ ഫിനാൻഷ്യൽ ഒരു സപ്പോർട്ട് അത് വേണ്ടത് അക്ബറിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ പറയാ, ഓരോരുത്തരുടെ ഇതുണ്ടല്ലോ. അപ്പോ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ ഹൗസിനകത്ത് ആരോട് പൊട്ടിത്തെറിച്ചേനെ? ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ
ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാവരോടും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും. അത് ക്യാമറ അത് ഉണ്ടോ അത് ഇല്ലയോ അങ്ങനെ ഒന്നും അതൊന്നും നോക്കിയിട്ടില്ല. ഇല്ല. എനിക്ക് പൊട്ടിത്തെറിക്കേണ്ട സമയത്ത് ഞാൻ പൊട്ടിത്തെറിച്ചിട്ടില്ലേ. ഉണ്ട്. യെസ്, അത് ക്യാമറ നോക്കിയിട്ടല്ലല്ലോ. ഉം. അപ്പൊ ക്യാമറ കണ്ടിട്ട് അല്ല ഇങ്ങനെ ക്യാമറ ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നോണ്ട് അവിടെ ചെയ്തൊരു കാര്യം എന്തായിരിക്കും? ഞാനോ? ഞാൻ മറ്റേ ആര്യന്റെ ബാൻഡൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നത്, അത് ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അറിയാം. തന്നെയല്ലേ. പിന്നെ ആ അതാണ് ചെയ്തത് അവിടെ. yes. ഓക്കെ. ഞാനത് പറയുന്നുണ്ട്, ക്യാമറ എടുത്ത് ഞാനിത് എടുക്കുന്നുണ്ട്, എനിക്ക് വേഗം തരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. ബിഗ് ബോസ് ഹൗസിൽ മോസ്റ്റ് ഡ്രമാറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? ആണോ? ഞാൻ നിങ്ങൾ ഭയങ്കര ഡ്രമാറ്റിക് ആണോ? ഞാൻ ഭയങ്കര ഡ്രാമ എനിക്ക് കൂടുതലായിരുന്നില്ലേ, അത് നിങ്ങക്ക് തോന്നുന്നില്ലേ? അത് നിങ്ങൾ പറഞ്ഞുണ്ടല്ലോ, നെവിൻ തന്നെ പറഞ്ഞല്ലോ, നെവിനെ അങ്ങനെയാണ്, അതൊരു ഡ്രമാറ്റിക് അല്ല. ഞാനല്ലാതെയോ? ആ ഞാനല്ലാതെ ഇപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഡ്രാമ എന്ന് പറയുന്നത് ആരാ? ഞാനിത് അനിമോളാണ് എന്ന് പറയുന്ന വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. അല്ല, ഞാൻ പറയില്ല. പറയണ്ട, എനിക്ക് അങ്ങനെയുള്ള നെവിന്റെ ആൻസർ പറഞ്ഞാൽ മതി. ഡ്രാമ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുറച്ച് ഡ്രാമ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഉണ്ട്, ഈവൻ എനിക്കുണ്ട്, എല്ലാവർക്കും. എല്ലാരും ഒരു ഡ്രാമയായിരുന്നു അവിടെ. എങ്ങനെ? അതായത് ചില കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുക കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇപ്പോഴും ക്ഷമ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ബിഗ് ബോസിലെ ആരോടാണ്? എനിക്ക് ക്ഷമ ചോദിക്കണം എന്ന് തോന്നുന്നത് ഞാൻ ശരത്തപ്പാനിയുടെ അടുത്തായിരിക്കും. എന്തേ? അല്ലല്ല, ശരത്തപ്പാനിയുടെ അടുത്തും ക്ഷമ ചോദിക്കണം എനിക്ക്, ജിസൈലിന്റെ അടുത്തും ക്ഷമ ഞാൻ ചോദിക്കും. കാരണം ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ജിസൈലില് പോകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു 100 days നിൽക്കും എന്നുള്ള രീതിയിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ നോമിനേറ്റ് ചെയ്തതാ. പക്ഷേ ജിസൈലിൽ പോയപ്പോഴത്തേക്കും അതെനിക്കൊരു ഇപ്പോഴൊരു സങ്കടമുണ്ട്. പിന്നെ ശരത്തപ്പാനി, അപ്പാനിയും ഞാൻ അതെന്തായിരുന്നു, അത് എനിക്ക് അന്ന് എന്തോ തോന്നി, അങ്ങനെ ഞാൻ നോമിനേറ്റ് ചെയ്തു, അത്ര തന്നെ. ഈ 2 വ്യക്തികളുടെ അടുത്തായിരിക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്. ബാക്കിയൊന്നും എനിക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. ബാക്കിയെല്ലാം അവിടെ തന്നെ നെവിൻ എന്തെങ്കിലും തോന്നിയെങ്കിൽ അത് അപ്പൊ തന്നെ തുറന്ന് അതൊക്കെ ഓൾറെഡി അവിടെ ഞാൻ കളഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. അത് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എപ്പിസോഡ് ഇരുന്ന് കണ്ടിട്ട് ഇവന് ഇപ്പം എന്നെ പറ്റിയിട്ട് പലരും എല്ലാം ഇപ്പം ഈച്ച് ആൻഡ് എവ്രി വൺ എന്നെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ മൈൻഡിന് അത് സന്തോഷം തരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അത് കാണേണ്ട ആവശ്യം? അത് അവിടെ ഞാൻ കളഞ്ഞ കാര്യമില്ലേ, പിന്നെ എടുത്തിട്ട് അത് എടുത്ത് കാണേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ അടുത്തത് എന്തെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അവിടെ ബാക്കി എല്ലാവരും മസ്താനിനെ ഒറ്റപ്പെടുത്തി, എല്ലാവരും അവിടെ ഒരു ഇതായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ കണ്ടതാണ് മസ്താനിക്ക് കംഫർട്ടബിൾ ആക്കുക, മസ്താനിയെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ്. അത് ആരെങ്കിലൊക്കെ കണ്ടല്ലോ അല്ലേ, ആദ്യമായിട്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ അവിടെ നെവിൻ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് നെവിൻ കോൺഷ്യസ്ലി എടുത്തതാണോ അതോ നെവിന്റെ ഒരു ക്യാരക്ടറാണോ ഒരാളെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തും? ഞാൻ കോൺഷ്യസ്ലി എടുത്തതാണ് ആ ഒരു. കാരണം എനിക്ക് തോന്നി, കാരണം എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോ എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രേ ഉള്ളൂ. അത് പൊതുവെ നെവിൻ അങ്ങനെയാണോ? ഏതൊരു ക്രൗഡിൽ നിൽക്കുമ്പോൾ ഒരാൾ ഒറ്റപ്പെടുത്തി നിൽക്കുന്ന കാണുമ്പോൾ നെവിൻ അവിടെ പോയി അവരെ, കാരണം ഞാൻ ഒരുപാട് ആ ഒരു ഫീലിംഗ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ, യെസ്. ബിഗ് ബോസ് ഹൗസ് ഒരു പൊളിറ്റിക്സ് ഹൗസ് ആയിരുന്നെങ്കിൽ നെവിൻ ഏത് പക്ഷമായിരിക്കും? അതൊരു പൊളിറ്റിക്സ്, അവിടെ ഒരു പൊളിറ്റിക്സ് ഹൗസ് ആണെങ്കിൽ നെവിൻ അവിടെ ഏത് പക്ഷം നിൽക്കുന്നു? വലതുപക്ഷം നിൽക്കും, ഇടതുപക്ഷം നിൽക്കും? ഞാൻ ഒരു പക്ഷവും നിൽക്കത്തില്ല. നെവിന്റെ സ്റ്റാൻഡ് തന്നെ, ഞാൻ എന്റെ സ്റ്റാൻഡിൽ നിൽക്കും. പിന്നെ വേണ്ടി വന്ന വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലാലേട്ടന്റെ അടുത്ത് വേണമെങ്കിൽ പോയിട്ട് നിൽക്കാം. ഞാൻ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് വിസിബിൾ ആയിരുന്നല്ലോ. അതെ അതെ. നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ്. ഇപ്പുറത്ത് ലാലേട്ടൻ, ഇപ്പുറത്ത് ബിഗ് ബോസ്, നടുക്ക് ഞാൻ. ഓക്കെ. ഈ അവിടെ നിന്ന സമയത്ത് 2 ആഴ്ച മാത്രം നിൽക്കാനായിട്ട് പോയ ആള് പിന്നെ പോകെ ഞാൻ ഇങ്ങനെ അടുത്ത ആഴ്ചയിൽ ഞാൻ പോകുന്നില്ല, പെട്ടി പായ്ക്കുന്നുണ്ട് ഞാൻ പോകുന്നില്ല, പിന്നെയും പെട്ടി പായ്ക്കുന്നു ഞാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഏക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ട്രിക്സും എന്റെ ഷോർട്ട് കട്ടും എന്റെ ഒരു ഐഡിയാസും എന്റെ കംപ്ലീറ്റ് പ്ലാനിങ്ങും എല്ലാം അങ്ങ് ഏക്കുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട് അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. അപ്പൊ ഇനി ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. അതെ. എന്റെ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞിട്ട് ഭക്ഷണം
കുറയ്ക്കണം എന്ന് മാത്രം പറഞ്ഞു. ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തരുതെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ ഞാൻ അവളെ മൈൻഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ ഭക്ഷണം കഴിച്ച് എനിക്ക് ആ ഒരു ഫാമിലി റൗണ്ട് വരെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ പിന്നെ ഞാൻ ഇതിന് മാറണം. ഓക്കെ ഓക്കെ. ഇപ്പോഴും എങ്ങനെയാ അതുപോലെ ഭക്ഷണത്തിനോട് ഭയങ്കര താല്പര്യം ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബേസിക്കലി ഞാൻ ഫുഡിയാണ്. ഇപ്പം എന്താ പറയാ, നല്ല ഭക്ഷണങ്ങൾ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ അവിടെ എന്ന് പറയുന്നത് സ്ട്രെസ് ആണല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ കിട്ടുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും ആ ഒരു സ്ട്രെസ് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഞാൻ ഫുഡിയാണ്. ഇപ്പം ആരെനിക്ക് ഫുഡ് തരാന്ന് പറഞ്ഞ് വിളിച്ചാലും ഞാൻ പോകും. ഫുഡ് കഴിച്ചിട്ട് വരും. എന്താ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുഴിമന്തി, കല്ലുമ്മക്കായി, പിന്നെ വേറെന്തുവാ, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. നിങ്ങൾ കഴിക്കാത്ത ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ? കഴിക്കാത്ത ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ അങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു മറ്റേ സ്കോർപിയൻ, തേള്, സ്പൈഡർ, ക്രൊക്കഡൈൽ മീറ്റ് ഇതൊക്കെ തന്നാ കഴിക്കുവോ? ഇല്ല, ഞാൻ കഴിക്കൂല. അതൊന്നും കഴിക്കൂല. നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഭക്ഷണം, ഇവിടെ കിട്ടുന്ന ഭക്ഷണം എന്താന്ന് വെച്ചാൽ കഴിച്ചോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. നെവിൻ 2 ആഴ്ച പോയപ്പം എനിക്ക് ഒന്നും കൂടെ ഒന്ന് ഫേമസ് ആവണം, എല്ലാവരും എന്നെ ഒന്ന് തിരിച്ചറിയണം, അങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം പോയ ഒരാളാണ്. പക്ഷെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സ്നേഹവും താല്പര്യവും ഇതുമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നെവിൻ എപ്പോഴെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമോ, അല്ലെങ്കിൽ അതിനെ നെവിൻ ആ പ്രതീക്ഷനേക്കാളും കൂടുതലല്ലേ കിട്ടിയത്, അപ്പൊ നെവിൻ അതിനെ ക്യാരി ചെയ്തതും അതെങ്ങനെയാ അത് എടുത്തത്? അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും പറയും അടുത്ത ബിഗ് ബോസ് വരുമ്പോഴത്തേക്കും നമ്മളെ ഇട്ടെറിഞ്ഞിട്ട് പോകും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം എത്രയോ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട്. ശരിയല്ലേ? നിങ്ങളുടെ കാലാവധി ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ ക്യാരക്ടർ, നമ്മളുടെ ലൈഫിനോട് നോക്കി കാണുന്ന പെർസ്പെക്റ്റീവ് ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണെന്നെനിക്ക് ഉറപ്പായിട്ടും ഈ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും ഇഷ്ടപ്പെടും. നമ്മൾ ചേഞ്ചസ് വരുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് അത് അതല്ല നമ്മള് പുറത്തിറങ്ങിയതിന് ശേഷമുള്ളൊരു അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായിരിക്കില്ല മേ ബി പുറത്തിറങ്ങിയിട്ടൊക്കെ, മനസ്സിലായില്ലേ? അപ്പം ആ ഒരു ചേഞ്ചസ് കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് ആ ഒരു ഫെയിം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചൊരു ഐഡന്റിറ്റി ഉണ്ട്, നെവിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്, ആ ക്യൂട്ട്നെസ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കുസൃതിത്തരം ഉണ്ട്. ഈ നെവിൻ്റെതായിട്ടുള്ള സ്റ്റൈലും കുറെ ബഹളങ്ങളും കുസൃതി, ഇത് ആ നോട്ടിനെസ് ഇതെല്ലാം ഉണ്ടല്ലോ. ഇത് കണ്ടപ്പം എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്, ഇനി നോക്കിക്കോളൂ, ഇനി വരുന്ന ബിഗ് ബോസില് നെവിനെ പോലെ തന്നെയുള്ള ആൾക്കാർ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരാളെ കാണുന്നത്. അപ്പൊ ഇനി തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ബിഗ് ബോസില് നെവിനെ പോലത്തെ സ്റ്റൈലിലും ഇതുപോലത്തെ വേറിട്ട കുറെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പലരും ഇനി എന്തായാലും ഈ ഒരു കാറ്റഗറി പിടിച്ചുകൊണ്ട് പലരും വരുമെന്ന് ചിലരൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. നെവിന് തോന്നുന്നുണ്ടോ നെവിൻ ഒരു സിഗ്നേച്ചർ അവിടെ ചെയ്തിട്ടുണ്ട്, സോ എന്റെ സ്റ്റൈലിൽ ഇനി കുറച്ച് ആൾക്കാർ വരും എന്നൊക്കെ? ഞാൻ അവിടെ ഒരു സ്റ്റൈല് അല്ല, കാരണം ഞാൻ യൂണീക്കാന്നുള്ള കാര്യം എനിക്കറിയാം. നമ്മളെല്ലാവരും യൂണീക്ക് തന്നെയാണ്. ഇപ്പം ഓരോ ആൾക്കാരുടെയും ക്യാരക്ടേഴ്സ് യുണീക്കാണ്. നമ്മളുടെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, നമ്മളുടെ ആ ഒരു സർക്കംസ്റ്റാൻസ്, അതൊക്കെയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, നമ്മുടെ ക്യാരക്ടേഴ്സിൽ ഡിഫറൻസ് വരുത്തുന്നതും. അപ്പം എൻ്റെ ക്യാരക്ടർ ആയിക്കില്ല വേറൊരാളുടെ ക്യാരക്ടർ ആൻഡ് ഓൾസോ അവരുടെ ഒരു സാഹചര്യങ്ങൾ. അപ്പം പേഴ്സൺ ടു പേഴ്സൺസ് അവരുടെ ആ ഒരു വേ ഓഫ് മാനറിസം സ്റ്റൈൽ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ സെയിം സാഹചര്യം തന്നെ എനിക്ക് തോന്നുന്നില്ല ബാക്കി വേറൊരു പേഴ്സണ് ഉണ്ടാകുന്നുള്ളത്. അപ്പം വരുന്നവർ വരട്ടെ. ഇനിയും ബിഗ് ബോസിൽ വിളിച്ച പോവോ? ഞാൻ പോവും. പിന്നെന്താ, ഇഷ്ടമാണ്. കാരണം എന്നെ ആക്കിയത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോയാണ്. അപ്പം അത് ബിഗ് ബോസ് വിളിച്ചാൽ പോകണ്ടേ?
ഓക്കെ. ഇതിൽ തന്നെയും ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തത് ബിഗ് ബോസിന് ശേഷം ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലായിരുന്നു PR എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട്. എന്നാൽ പോയ വർഷവും അതിന് മുന്നത്തെ വർഷവും എല്ലാം PR അവിടെ നടക്കുന്ന കാര്യമാണ്. എല്ലാവരും അതിനകത്ത് ഇപ്പൊ വന്നിരിക്കുന്ന മിക്കവരും PR എടുത്തിട്ടുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല ഈ പ്രാവശ്യം അത് വലിയൊരു ടോപ്പിക്കായിട്ട് മാറി. ഒരുപാട് അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും എല്ലാം പോയി. നെവിൻ എന്തുകൊണ്ട് അപ്പം എനിക്ക് തോന്നുന്നില്ല നെവിന് PR ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ എന്റെ അക്കൗണ്ട് ഞാൻ പ്രൈവറ്റ് ആക്കിയത്. കാരണം ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പം നെവിൻ ഇപ്പൊ പോയപ്പം അങ്ങനെ ഒരു സൈഡ് മനസ്സിലാക്കിയിരുന്നില്ലേ PR ചെയ്യണം? ഇല്ലല്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം എന്റെ ഫ്രണ്ട് അഭിഷേക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് അടിച്ചു പോയെന്നാ പറഞ്ഞത്. ഓ, അപ്പൊ അത് അങ്ങനെ. പക്ഷെ PR എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ മേഖലകളിലും PR ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഒരാളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, സപ്പോർട്ട് ചെയ്യാന്നാണല്ലോ PR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്യുക, അവർക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എനിക്ക് PR ചെയ്തത് ജനങ്ങളായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ 36 ഫാൻ പേജസ് ആണ് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ചെയ്തത്. പിന്നെ അശ്വതി പൊതുവാൾ, പിന്നെ അരുൺ, അവർ രണ്ടുപേരും കൂടിയിട്ട് അവര് ബിഗ് ബോസിൽ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരെന്നെ എഫേർട്ട് ഇട്ടിട്ട് എനിക്കൊരു അക്കൗണ്ട് ഗിഫ്റ്റ് ചെയ്തു. അതിപ്പം ഓൾമോസ്റ്റ് 75K ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ PR കൊടുത്തില്ലെങ്കിലും ജനങ്ങൾ PR ചെയ്തു. ഓക്കെ, അപ്പൊ PR-നകത്ത് തെറ്റൊന്നുമില്ല കൊടുക്കുന്നതിൽ, അല്ലേ? എന്താ തെറ്റ്? പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഗെയിമേഴ്സിനെ കിട്ടുക എന്നുള്ളതാണ്. ചിലപ്പോൾ PR കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും, മനസ്സിലായില്ലേ? അതും എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നത് PR ഒരു തെറ്റല്ല, അത് നല്ലൊരു രീതിയിൽ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ അതിനുശേഷം ഇപ്പം നമ്മൾ കേൾക്കുന്നത് ബിഗ് ബോസിൽ കുറേ പേര് തമ്മിൽ ലാസ്റ്റ് എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് അവിടെ വഴക്കുകളുമായി ചില ഫ്രിക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്. കുറച്ച് പേര് തമ്മിൽ ഭയങ്കര പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും അവർ തമ്മിൽ ഇപ്പോഴും സ്റ്റിൽ അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ലി രീതിയിലല്ല പോണത്. സ്റ്റിൽ ആ ഒരു വഴക്ക് അവർ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. നെവിൻ ഒന്നിനകത്തും നമ്മൾ പെട്ടതായിട്ട് നമ്മൾ കാണുന്നുമില്ല. നെവിൻ എല്ലായിടത്തൂടെയും ഇങ്ങനെ പാറിപ്പറിഞ്ഞൊരു ബട്ടർഫ്ലൈനെ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു ഗ്യാങ്ങിന്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഇങ്ങനെ വഴക്കും ബഹളമൊക്കെ ഉണ്ടല്ലോ, നെവിൻ അതിലേക്കൊക്കെ താല്പര്യമേ ഇല്ലേ? പോവാനായിട്ട് താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നതാണോ? എങ്ങനെയാണ് നെവിന്റെ ആ ഒരു രീതി? എൻ്റെ ഒരു വ്യൂവില് ഇപ്പം ഞാൻ ബേസിക്കലി എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ അവിടെ ചെന്നത്. എൻ്റെ കഴിവുകൾ അറിയണം. എനിക്ക് സൗത്ത് ഇന്ത്യയിലെ എന്താ പറയുക, മനീഷ് മൽഹോത്ര ഡിസൈനിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡ്, അത് എല്ലാ മേഖലകളിലും, ബിക്കോസ് ഞാനൊരു ഇന്റീരിയർ ഡിസൈനറാണ്, പ്ലസ് ഞാനിപ്പോൾ ഒരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്, സ്റ്റൈലിസ്റ്റാണ്, അങ്ങനെ എല്ലാം, മനസ്സിലായില്ലേ? നെവിൻ കാപ്രീഷ്യസ് ആ ഒരു ലെവലിലേക്ക് എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതില് ചിലപ്പോൾ എൻ്റെ ഷോയില് എൻ്റെ അടുത്ത് വഴക്കിട്ടവരായിരിക്കാം, ചിലപ്പം എന്നെ ഹേർട്ട് ചെയ്തവരായിരിക്കാം, അവര് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മേ ബി എനിക്കൊരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അപ്പോൾ എൻ്റെ കരിയറിൽ ഞാൻ എന്തിന് ഒരു ഫെൻസ്, ഒരു വിലങ്ങ് തടിയായിട്ട് എൻ്റെ ബന്ധങ്ങളെ മാറ്റണം? ഈവൻ ഷാനവാസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഷാനവാസായിട്ട് എനിക്ക് ആജന്മ ശത്രുതയാണെന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ഷാനവാസ് എന്നെ വിളിച്ചു, ഞാൻ സംസാരിച്ചു. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ എനിക്ക് ആരോടും എടുത്തുമില്ല. ബിക്കോസ് നമ്മൾക്ക് ഒരു ഫ്യൂച്ചറുണ്ട്. ആ ഫ്യൂച്ചറിൽ ആവശ്യമില്ലാതെ പേഴ്സണൽ ഗ്രഡ്ജ് കാര്യങ്ങളൊക്കെ വെച്ച് എന്നിട്ട് കാര്യമില്ല. ആരോടും അങ്ങനെ ഒരു ശത്രുത അങ്ങനെ വെച്ച് ആരും എടുത്തുമില്ല. എനിക്ക് ഇല്ല, അങ്ങനെ ഒന്നും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാറേ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയും. അത് ശരിയാണ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അല്ലെങ്കിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്നുണ്ടെങ്കിൽ ഞാനത് വെട്ടൊന്നും മുറിട്ടുണ്ട്. ചിലപ്പോൾ ഇഷ്ടപ്പെടാം, എന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കാം. അതൊന്നും ഞാൻ ബോദർ ചെയ്യാറില്ല. മറ്റുള്ളവരുടെ പ്ലീസിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ ഒരു ഗുഡ് ബുക്സിൽ വരാനോ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയൊക്കെ കണ്ടതല്ലേ, ഞാൻ അതൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. എന്തായിരിക്കും സംഭവിക്കുക എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഭയങ്കര ഫോർമൽ ആയിപ്പോയില്ല. എന്തുവാ ഇത്? ഞാൻ എന്ത് ചോദിച്ചാലും നെവിൻ ഇങ്ങനെ ഒരു 2 വരയുണ്ട്. ആ വരക്കുള്ളിൽ നിർത്തിയാ സംസാരിക്കണേ. എന്താ അങ്ങനെ?
ഒന്ന് അതിൽ നിന്ന് ബ്രേക്ക് ആയിക്കൂടെ? വൈ? അതിന്റെ ആവശ്യം എന്തിനാ? അപ്പോഴല്ലേ ഫോർമലായി പോണേ. നോക്കൂ എത്ര ഫോർമൽ ആണെന്ന്. എന്നാ മര്യാദക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. മര്യാദക്കുള്ള ചോദ്യമല്ലേ ചോദിച്ചോണ്ടിരിക്കണൊക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിക്കണ്ടേ? നെവിൻ തന്നെ പറ, ഞാൻ എന്ത് ചോദിക്കണം? എന്താണ് ഇന്ന് എന്താ കഴിച്ചത്, നമുക്ക് എവിടെയൊക്കെ പോയി, പിന്നെന്തുവാണ് ഇഷ്ടമുള്ള മറ്റേ കളർ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതിപ്പം എല്ലാവർക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഇഷ്ടമുള്ള കളർ എന്താ? എനിക്ക് ഇഷ്ടമുള്ള കളർ ഇപ്പം എല്ലാ കളറും എനിക്ക് ഇഷ്ടമാണ്. ഷൂ സൈസ് എന്താ? പിങ്ക്. ഷൂ സൈസാ ചോദിച്ചേ? UK 9 27.5 വാങ്ങിച്ചു തരാൻ വേണ്ടിട്ടാണോ? നമുക്ക് ഇപ്പൊ തന്നെ പോവാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. യെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. ടീഷർട്ടിന്റെ സൈസ് എന്താ? XL 42 സെന്റിമീറ്റർ. ഓക്കെ. ട്രൗസർ? അത് 34 ഇപ്പൊ 38 36 ആയിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ വേറെ എന്താണ്? ഇതിപ്പോ കേൾക്കുന്ന ഒരാൾക്ക് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അയച്ചു തരുമല്ലോ അല്ലേ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. പക്ഷെ എനിക്ക് ഫാൻസ് ഒക്കെ എനിക്ക് എല്ലാ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് പിറ്റേ ദിവസം എനിക്ക് വീട്ടിലെത്തും കേട്ടോ. അങ്ങനെ അത്രയ്ക്ക് സ്നേഹമാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ വന്നതിന് ശേഷം ഇപ്പൊ വലിയൊരു സെലിബ്രിറ്റി ആയി, എവിടെ പോയാലും നെവിനെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ നെവിനൊരു സന്തോഷമുണ്ടല്ലോ. തുള്ളിച്ചാടുവോ പബ്ലിക്കലി ഇപ്പൊ ഞാൻ തുള്ളിച്ചാടാറില്ല. ഓ, ഞാൻ സെലിബ്രിറ്റിയാണ്, ഞാൻ കുറച്ചുകൂടി ഡീസെന്റ് ആയിട്ട് നിൽക്കണം അങ്ങനെയൊക്കെ കാരണം സത്യം പറയാലോ, ഇപ്പം ന്യൂസ് ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം ഓരോരോ ന്യൂസസ് ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കുറച്ചുകൂടിയിട്ട് കോൺഷ്യസ് ആയി. ഇനിയിപ്പോ എങ്ങാലും എന്തെങ്കിലും പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസ് പറയുന്നത് പോലെ അല്ല, അത് ഷോ. പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും കണ്ടിട്ട് എന്താണോ നിനക്ക് തോന്നാണുണ്ടോ നിനക്ക് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ അവിടെ എവിടെയെങ്കിലൊക്കെ കെട്ടിയിട്ടോ. അതുകൊണ്ട് ആ ഒരു കൺസേൺ. പിന്നെ എസ്പെഷ്യലി കുട്ടികൾ എൻ്റെ കുറച്ച് ഫാൻസ് ആണല്ലോ. ഇപ്പം ടീച്ചേഴ്സ് പാരന്റ്സ് ഒക്കെ പറയുന്നത് മെസ്സേജ് അയക്കുന്നുണ്ട്, നെവിൻ ചേട്ടനെ കണ്ടു പഠിക്കും. ഇനിയിപ്പൊ നെവിൻ ചേട്ടൻ എങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഒതുങ്ങി മാന്യനാവാന്ന് വിചാരിച്ചു, പബ്ലിക്കില് മാത്രം. അപ്പൊ ഈ സെലിബ്രിറ്റി ആവാന്ന് പറയുമ്പോ എപ്പോഴും എന്താ പറയാ, നമ്മൾ നേർവഴിക്ക് ഇപ്പൊ നെവിൻ പറഞ്ഞ പോലെ നമ്മൾ നല്ലതേ ചെയ്യാവുള്ളൂ, നമ്മളൊരു മാതൃക. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സെലിബ്രിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരാളെ കാണുമ്പം അല്ലെങ്കിൽ ഇപ്പം എന്നെ കാണുമ്പോഴത്തേക്കും രമി ചേച്ചിക്ക് സന്തോഷം ഉണ്ടായോ? ഉണ്ടായി. അത് അപ്പം രമി ചേച്ചി ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യാണ് എന്നെ കാണുമ്പോൾ. ദാറ്റ്സ് എ റിയൽ സെലിബ്രിറ്റി. ഒരു സെലിബ്രിറ്റിനെ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ എങ്ങാലും എന്തായിരിക്കും ഇനി സെൽഫി ചോദിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല. എന്നെ കാണുമ്പോഴത്തേക്കും സെൽഫി എടുക്കുക അങ്ങനെയൊക്കെ വിളിക്കുന്നത് ഭയങ്കര. അപ്പം അയ്യാ അപ്പം എന്നെ കാണുമ്പോൾ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അല്ല ഇപ്പൊ എന്നാലും ഇപ്പൊ പറഞ്ഞല്ലോ, നിവിൻ തന്നെ പറഞ്ഞു, ഞാനിപ്പോ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കെയർഫുൾ ആവണം. ഞാൻ ഇനിയിപ്പോ പുറത്തേക്ക് പോയിട്ട് ഞാൻ വേറെ രീതിയിൽ പറയേ ചെയ്യേ എന്തെങ്കിലുമൊക്കെ ചീത്തയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമായിട്ട് തന്നെ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാന്ന് പറയില്ലേ. അപ്പൊ എന്നാലും ഇപ്പൊ നെവിൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പം പറ്റുന്നില്ല, ഇപ്പൊ ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് റിയാക്ട് ചെയ്യാനും പറ്റുന്നില്ല, ഇല്ലായിരുന്നെങ്കിൽ അവിടെ റിയാക്ട് ചെയ്യാമായിരുന്നു, അങ്ങനെ തോന്നിയ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്? ബേസിക്കലി ഞാൻ പുറത്തങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ഇപ്പൊ എന്താ ഉള്ളത്? ഞാൻ പൊതുവെ ആരുടെടുത്തും അങ്ങോട്ടേക്ക് ചെന്നിട്ട് വഴക്കടിക്കത്തില്ല, അത് വേറെ കാര്യം. പുറത്ത് ബേസിക്കലി നമ്മള് പബ്ലിക്കിന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ എന്തിനാ? അല്ല, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചില നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള ഇൻസിഡൻസ് വരാമല്ലോ. ചിലപ്പോൾ നമുക്ക് അവിടെ റിയാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പബ്ലിക്കിൽ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട സമയത്ത് റിയാക്ട് ചെയ്യും. പക്ഷെ അത് എങ്ങനെ റിയാക്ട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതില്ല. ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് ഹാഷായിട്ട് മോശപ്പെട്ട രീതിയിൽ നമുക്ക് റിയാക്ട് ചെയ്യാം, അല്ലാതെ സെലിബ്രിറ്റി ആണല്ലോ. അപ്പൊ ഞാൻ അത്രയും ഇതുപോലെ ചിലർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പൊ ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഐ ഷുഡ് കൺട്രോൾ മൈസെൽഫ്, ഞാൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്ന് വിചാരിച്ച് ചില ആൾക്കാർ അവിടെ സെൽഫ് കൺട്രോൾ ചെയ്യും. അതാ ഞാൻ ചോദിക്കണേ, നെവിൻ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഈ 1 മന്തിലായിട്ടുള്ളൂ, ഇതുവരെ ചെയ്യാനായിട്ടുള്ള ഒന്നും ആയിട്ടില്ല. ഇനോഗ്രേഷൻസ് ഒക്കെ എങ്ങനെ പോണു? വളരെ നന്നായിട്ട് പോകും. ഇപ്പം വിമല കോളേജിൽ എനിക്ക് 9th എനിക്ക് പോയിട്ട് പൂണ്ട് വിളയാടണം എനിക്ക് വിമല കോളേജിൽ. പിന്നെ സെയിന്റ് തെരേസസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കോളേജ്, സ്കൂൾ, യങ്സ്റ്റേഴ്സിന്റെ അടുത്താണ് എനിക്ക് കുറച്ചുകൂടി അവര് ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഉണ്ട്. അത് 11th ഒരു ബുട്ടീക്കിന്റെ. ഇഷ്ടം കൂടുതൽ ഇതാണെന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഞാനൊരു ക്രൗഡ് പുള്ളറാണ്.
എനിക്ക് ക്രൗഡിന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അമ്മാനെ ഇങ്ങനെ പാടാൻ. ഇങ്ങനെ ഇങ്ങനെ അമ്മാനാടാനായിട്ട് ഭയങ്കര ഇഷ്ടാണ്. ഇഷ്ടമാണ്. അങ്ങനെ ഒരു കോളേജിൽ ചെന്നു, ലേഡീസ് സെൻട്രൽ സാസില് അറിയാലോ, അവിടെ ചെന്ന് നെവിന്റെ സ്റ്റൈലിൽ നെവിൻ എന്തൊക്കെയാ അവിടെ ചെയ്യാ? അപ്പൊ സന്തോഷം കൊണ്ട് അവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടും. അതൊക്കെ കുറേ സുന്ദരികളെ കാണുന്നു. അതെ അതെ അതെ. അത് അപ്പം പ്ലാൻഡ് അല്ല. ആ ഇനിയിപ്പം വിമല കോളേജിൽ ചെല്ലുമ്പോഴത്തേക്കും കൽക്കണ്ട മലയെ ഒറ്റയ്ക്ക് നുണയാൻ വന്നുണ്ടേ കൊതി കൂറുമ്പോ ഞാൻ ആ പാട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ചെല്ലുന്നത്. അതിനു വേണ്ടിട്ടെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ പിള്ളേർ ഓൾറെഡി മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഇങ്ങനെ 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 പ്രിപ്പറേഷൻ നടത്തുന്നു. നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് പഠിച്ച് വെച്ചിരിക്കുക എല്ലാം. സൂപ്പർ. ആ ഒരു മൊമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരുടെയും ഇഷ്ടം ഇങ്ങനെ പിടിച്ചു പറ്റുക, എല്ലാവരുടെയും ഇങ്ങനെ ഇഷ്ടത്തിൽ നിൽക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? എനിക്ക് ആർക്കാണ് സ്നേഹം ആഗ്രഹിക്കാത്തത്? പറയൂ. രമി ചേച്ചിക്ക് സ്നേഹം കിട്ടണം എന്ന് ആഗ്രഹമില്ലേ? പിന്നെന്താ. അതേപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും സ്നേഹം ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നു, അത്ര കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നെവിൻ സ്നേഹിക്കുന്ന ആരെയാ? ഏറ്റവും കൂടുതൽ ഞാൻ സത്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഓക്കെ, ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് എന്റെ ഫാമിലി. ഓക്കെ. ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നതില് കൂട്ടുകാരിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഒരു അതെനിക്ക് അക്ബറിനോട്, പിന്നെ ജിസേലിനോടുണ്ട്, ആര്യനോടുണ്ട്, പിന്നെ ശൈത്യ. നിങ്ങൾ എല്ലാരും മീറ്റ് ചെയ്യാറുണ്ടോ, ഗ്യാദർ ചെയ്യാറുണ്ടോ? ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ശൈത്യനെ. പിന്നെ അക്ബറിനെ ഞാൻ 2 ദിവസം മുന്നേ ഒരു സൗണ്ട് റെക്കോർഡിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഞാനും അക്ബറായിട്ട് പുതിയൊരു ആൽബം വരുന്നുണ്ട് കേട്ടോ, എല്ലാവരും കാണണം. നിങ്ങൾ പാടുകയും ചെയ്യോ? ഞാൻ റാപ്പർ അല്ലേ, അതല്ല റാപ്പ്. ഞാൻ ഫുള്ള് റാപ്പറാണ്. അപ്പൊ അക്ബറിന്റെ കൂടെ പാടാൻ പോവാണ്? അതെ, അക്ബറാണ് എനിക്ക്. അല്ല, പാടി, അത് കഴിഞ്ഞു, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ റിലീസ് ചെയ്യുന്ന? റിലീസിങ് ആദ്യം വീഡിയോ ചെയ്യണം, അതിനുശേഷം ഒരു കോൺസേർട്ട്. ഞാനിങ്ങനെ പൊങ്ങി വരും സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ. അതൊക്കെ ആഗ്രഹങ്ങളാണ്. ബിഗ് ബോസിൽ പോണെന്ന് പറഞ്ഞ ഇപ്പം അത് ഞാൻ നടത്തിയെടുത്തു. ഇനി അടുത്തത് സ്റ്റേജിന്റെ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ വേടനൊക്കെ ഇങ്ങനെ പൊങ്ങുന്നത് പോലെ പൊങ്ങി വരണം. അതാണ് ഇനി അടുത്തത്. അപ്പൊ ഒരു സ്റ്റേജ് കിട്ടിയിട്ട് വേണം സ്റ്റേജിനകത്ത് ഒരു കുഴി കൊഴിച്ച് അവിടെ ഒരു പോഡിയം ഉണ്ടാക്കി ഇങ്ങനെ പൊങ്ങി വരാനായിട്ട്. ബേസിക്കലി അക്ബറിന്റെ കോൺസെർട്ട് ആയിരിക്കും, പക്ഷെ ഞാനവിടെ മെയിൻ അവസാനം അക്ബറിനെ ഇറക്കി വിട്ടിട്ട് അവിടെ നെവിൻ ഷോ ആക്കി മാറ്റും അവിടെ നെവിൻ. ഓക്കെ, നിങ്ങൾ എല്ലാവരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കൂടാറൊക്കെയുണ്ടോ? ഉണ്ടല്ലോ. ആണ്. എല്ലാവരായിട്ടും ഇല്ല, കാരണം പലരും പല പല സ്ഥലങ്ങളിലല്ലേ. പിന്നെ ഡോക്ടർ ബിന്നി, നൂബ്ലിൻ, അവരൊക്കെ ആയിട്ട്. ഓക്കെ, നെവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്യാൻ? ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങൾ. എനിക്ക് ഡാൻസ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. പിന്നെന്തുവാ, ഇടയ്ക്ക് തന്നെത്താനെ സ്മ്യൂളിൽ നോക്കിയിട്ട് പാട്ട് പാടും. അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്മ്യൂളിൽ റെക്കോർഡ് ചെയ്യുമ്പോട്ട് ആ പാട്ട് തന്നെ 2-3 പ്രാവശ്യം സ്വന്തമായിട്ട് ഇങ്ങനെ ആസ്വദിക്കും. സ്വന്തം ശബ്ദം കേട്ടിട്ട് ആസ്വദിക്കും. അത് വല്ലാത്തൊരു പ്രത്യേകതര ഒരു അനുഭൂതി കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ കണ്ണാടി നോക്കിയിട്ട് സംസാരിക്കും. ഞാൻ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നോട് തന്നെ സംസാരിക്കും. പിന്നെ ഫുഡ് കഴിക്കുന്ന ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഷോപ്പിംഗ് ചെയ്യുന്ന ഇഷ്ടമാണ്. അതിങ്ങനെ വെർച്വൽ ഷോപ്പിംഗ്, അങ്ങനെ ആമസോണിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപയുടെ TV, മിക്സി, ഗ്രൈൻഡർ, പിന്നെ എല്ലാ സാധനങ്ങളും iPhone 17 Pro Max ഒക്കെ എടുത്തിടും. അതിനുശേഷം നമുക്ക് ബഡ്ജറ്റ് അത്ര ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് ഇതെല്ലാം എടുത്തിട്ട് അപ്പുറത്തേക്ക് റാക്കിലേക്ക് എടുത്ത് വെക്കുന്ന പോലെ വീണ്ടും ഞാൻ എടുത്തിട്ട് അങ്ങോട്ടേക്ക് എടുത്തിട്ട് സേവ് ഫോർ ലേറ്റർ കൊടുക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു 2000 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപയുടെ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് ഓർഡർ ചെയ്യാം. അപ്പൊ ഒരു പ്രത്യേകത ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ എനിക്ക് എന്താ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഇഷ്ടമാണ്. പിന്നെ വേറെന്താ, എനിക്ക് എൻ്റെ ഫ്രണ്ടിന്റെ അമ്മ, അതായത് പ്രീത ആന്റിയുടെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് കുറ്റം പറയാൻ, അതെ നാരു, ബേസിക്കലി ആരുടെ നാരു എന്നൊക്കെ, അതിഷ്ടാണ്. പിന്നെ ഡോക്ടർ ബിന്നി, നൂബ്ലിനെ കൂടിയിട്ടൊക്കെ ഇപ്പം അതാണ് എന്റെ ഇഷ്ടങ്ങള്. അവരൊന്ന് അവരുടെ നടുക്കേറിയിരിക്കുക, അവരെ ഇറിറ്റേറ്റ് ചെയ്യുക, അവരപ്പുറത്ത് ഇപ്പൊ 2 സ്വീറ്റ് റൂം ആണെന്നുണ്ടെങ്കിൽ നൂബ്ലിന് അപ്പുറത്തും ബിന്നിന് അപ്പുറത്തേക്ക് ആക്കിയിട്ട് സെന്ററിൽ കയറി ഇരിക്കുക. അതൊക്കെയാണ് എന്റെ ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾ. പിന്നെ ഇനിയിപ്പോ ഞാൻ റീൽസോളിയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം
ഇപ്പൊ റീൽസ് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രത്യേകത ഒരു സഫോക്കേഷനാണ്. ഓ അപ്പൊ ഡെയിലി ഇടോ? ഡെയിലി മീൻസ് ഞാൻ എല്ലാം ഡ്രാഫ്റ്റിലാക്കി വെക്കും. അപ്പൊ അതിപ്പോ ഇപ്പൊ യൂട്യൂബിൽ എനിക്ക് 1 മാസം കൊണ്ട് 40K ആയല്ലോ. പ്ലേ ബട്ടൺ തരണേ നിങ്ങളെല്ലാവരും. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എത്രയുണ്ട് സബ്സ്ക്രൈബേഴ്സ്? ഞങ്ങൾക്ക് 2+ ഉണ്ട്. 2+ എന്ന് പറയുമ്പോൾ എന്ത് 2 million സബ്സ്ക്രൈബേഴ്സ്? plus. ആ യെസ്. ആ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സിനകത്ത് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നെവിൻ മാത്താങ്കേരി. ഇതെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതാ. ചെയ്തു തരാം. നെവിനില് ഒരു കാര്യം എന്തായാലും മാറ്റണം. എത്ര വിചാരിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത നെവിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താ? എനിക്ക് എന്നിൽ തന്നെ ഇഷ്ടമല്ലാത്തൊരു കാര്യം അതിപ്പോ എന്തോ. നെവിൻ എത്ര നാളായിട്ട് വിചാരിച്ചിട്ടും ആ ഒരു മാനറിസം അല്ലെങ്കിൽ ആ ഒരു സംഭവം നെവിന് മാറ്റാനേ പറ്റുന്നില്ല. എന്താ? മടി. നിങ്ങൾ മടിയനാണോ? ഞാൻ ബേസിക്കലി ഒരു ചെറിയ മടിയനാണ്. എനിക്ക് പുഷ് വേണം. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് പറയണം. അപ്പം അതെനിക്ക് മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പൈസ കൊടുത്ത ആളെ വെച്ചിട്ടുണ്ടെന്നൊക്കെ. എത്ര പൈസ കൊടുക്കണേ നോക്കട്ടെ? എത്ര പൈസയാ? ഞാൻ പുഷ് ചെയ്യാം. ഇല്ല, നെവിൻ അത് പോസ്റ്റ് ചെയ്യണം. ശരി നെവിൻ ഇത് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ എന്നും പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ എത്ര പൈസയോടെ കൊടുക്കുന്നത്? എനിക്കും തരുവാ പൈസ. എന്നും വിളിച്ചിട്ട് നെവിൻ 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 കം ഓൺ കം ഓൺ കം ഓൺ. അതാ വേണ്ടത്. ഞാനിങ്ങനെ പൊതുവെ അങ്ങോട്ടേക്ക് ഇങ്ങനെ സാമട്ടിൽ ഇങ്ങനെ പോകും. കാരണം ഞാൻ ബേസിക്കലി മടിയനായതുകൊണ്ട് ഇങ്ങനെ ഹോട്ട്സ്റ്റാറിലൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെ കാണാനൊക്കെ തോന്നും. പക്ഷെ അപ്പം ബാക്കിന്ന് ഒരു പുഷ് ഇങ്ങനെ ചെയ്താൽ പറ്റത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആ സിൽവർ പ്ലേ ബട്ടൺ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് സെൽഫി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം. യെസ്. പിന്നെ ഇപ്പം വെറും വർഷമായിട്ട് ഞാനിപ്പം ഓൾറെഡി കുറച്ച് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി കൂടുതൽ അതങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഞങ്ങള് സെയിം വൈബാണ് വെറും വർഷം. ആണോ? ഓക്കേ. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ യെസ് ഓർ നോ സെഗ്മെന്റിൽ ഇപ്പതാ എന്നോടൊപ്പം നെവിൻ ഉണ്ട്. നെവിൻ, ഇത്രയും നേരം നെവിനെയൊക്കെ കണ്ട് ഞാൻ നെവിനെ കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും എങ്ങനെയാ? ബിഗ് ബോസിലൂടെ കുട്ടിത്തരവും ഇങ്ങനെ അഴിഞ്ഞാട് നടന്ന കുസൃതിയൊക്കെ കാണിച്ച് നടന്ന പയ്യനില്ലേ, ആ പയ്യനെ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ ഇവിടെ നെവിന് 2 വരെയും വരച്ച് അതിനുള്ളിൽ ഭയങ്കര ചോദിക്കുന്നതിന് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസറും പറഞ്ഞ് എന്താ ക്വസ്റ്റ്യൻസ് ആരുണ്ടാക്കിയത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അപ്പൂസിനായിട്ട് പിടിച്ചിട്ട് കയറി കേട്ട മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിനാണ് ഞാൻ ആൻസർ പറഞ്ഞത്. ചില ക്വസ്റ്റ്യൻസ് നമ്മള് എന്താ പറയാ ആ ഒരു രീതിയിൽ തന്നെ ആൻസർ പറയണം. പറഞ്ഞോ? പക്ഷെ നെവിൻ ഭയങ്കര ഫോർമൽ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് മനസ്സിലായില്ലേ? എനിക്കത് ഇഷ്ടല്ല. ഞാൻ അത് കാണാനല്ല നെവിൻ എൻജോയ് ചെയ്യാൻ വന്നേ. അതന്നെ ഈ ഒരു അഴിഞ്ഞാട്ടം ഇത് കാണാനാണ് ഇഷ്ടം. നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കണേ. യെസ് ഓർ നോ ആണെങ്കിലും. യെസ് ഓർ നോ ആണ്. അപ്പൊ കാർഡുണ്ട്, ഇത് പിടിച്ചോളൂ. ഇങ്ങോട്ടേക്ക് കൊതിയാവുന്ന എനിക്ക് ആൻസർ പറയാൻ വേണ്ടിട്ട്. കൊതിയാണ്. യെസ് നോ എന്ന് പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞിട്ട് നിക്കരുത്. ഇത് 2 മാർക്കിന്റെ ചോദ്യാ. അപ്പൊ ഉത്തരം കുറച്ചും കൂടെ അങ്ങ് ഇതാക്കി തരണം. ചേച്ചി പറഞ്ഞോണ്ട് മാത്രം ഞാൻ അഴിഞ്ഞാടുന്നത്. പിന്നെ അവസാനം എന്നെ എയറിലാക്കല്ലേ? ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്താ കൊറേ നാൾ അവിടെയും ചുറ്റിക്കറങ്ങി ഫാൻസും ഫോളോവേഴ്സും ഒക്കെ കൂടുതലാക്കിക്കൊണ്ടുവരും. അപ്പൊ കേറ്റിക്കോളൂ കേട്ടോ. എത്രയാന്ന് വെച്ചാൽ കേറ്റിക്കോളൂ, എനിക്ക് ഒരു പ്രശ്നമില്ല. എന്നാ പിടിച്ചോ. ബിഗ് ബോസ് ഹൗസിൽ പലരോടും നുണ പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് യെസ്. നുണയേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഞാൻ സത്യം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോ പറയും. കാരണം ഞാൻ നുണയെ പറഞ്ഞിട്ടുള്ളൂ. അത് പക്ഷെ നുണ ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ലാലേട്ടൻ്റെ അടുത്ത് മാത്രമേ ഞാൻ നുണ പറഞ്ഞിട്ടില്ല. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ പൊക്കിയിട്ടുണ്ടാവും അത്. പക്ഷെ ഒരു 99% എനിക്കറിയാലോ ലാലേട്ടൻ്റെ അടുത്ത് വിളച്ചിൽ നടക്കത്തില്ല. അപ്പൊ പിന്നെ ഞാൻ അതങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് മടക്കും. അതായത് വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വീരശൂര പരാക്രമികളായിട്ടുള്ള എല്ലാവരും ഇങ്ങനെ പഞ്ചഭുജം മടക്കി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എക്സ്പെഷ്യലി അക്ബർ നിൽക്കുന്നതാണ്. ലാലേട്ട ഇതിങ്ങനെയാണ്. ലാലേട്ടന്റെ ശരീരം കഴുത്ത് ഇങ്ങോട്ടേക്ക് ഒടിഞ്ഞത് പോലെയാണ്. ശ്രദ്ധിച്ചാ മതി. അപ്പം ലൈക്ക് അല്ലാത്തപ്പോഴത്തേക്കും എടാ നീണ്ട വലിച്ചങ്ങോട്ട് കീറും ആ രീതിയിൽ നിൽക്കുന്ന അക്ബർ ലാലേട്ടന്റെ തരുമ്പോഴത്തേക്കും സൈഡ് ചരിയും. പക്ഷെ ഞാൻ ലാലേട്ടന്റെ എപ്പിസോഡിൽ വരുമ്പോഴത്തേക്കും ലാലേട്ടാ ഇതിങ്ങനെയാണ് സംഭവിച്ചത് ലാലേട്ട. എനിക്ക് ലാലേട്ടൻ്റെ അടുത്ത് ഒരു പ്രത്യേകത ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ ആ ഒരു ഇഷ്ടം ഞാൻ പ്രകടിപ്പിക്കും. പിന്നെ ഞാൻ
തെറ്റൊന്നും ഞാൻ അതായത് പേടിക്കേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോ മാത്രമേ ഉള്ളൂ ഞാനൊന്ന് അടങ്ങി നിന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്തിനാ ലാലേട്ടനെ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യം? ലാലേട്ടനും ഒരു മനുഷ്യനല്ലേ, ലാലേട്ടനും ഒരു മനുഷ്യജീവിയല്ലേ, അദ്ദേഹത്തിനും ഇല്ലേ വികാരങ്ങൾ? അപ്പൊ ചിലർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ലാലേട്ടനൊക്കെ ഇതിന് മുമ്പത്തെ എപ്പിസോഡിലൊക്കെ ഓരോന്നും കാണുമ്പോൾ ലാലേട്ടൻ വരുന്ന സമയത്ത് എല്ലാവരും വളരെ ഇങ്ങനെ റെസ്പെക്റ്റോട് കൂടി എല്ലാവരും ഇങ്ങനെ ഇരിക്കും. പക്ഷെ നെവിൻ എന്താണ്, ലാലേട്ടൻ അവിടെ ഇരിക്കുമ്പോഴും നെവിൻ പോയിട്ട് ഒരു ആപ്പിൾ എടുത്തോണ്ട് വരുമോ എന്തെങ്കിലും, ലാലേട്ടൻ നെവിൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കും. ഭയങ്കര ആ ഒരു റെസ്പെക്ട് കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ നെവിൻ ചെയ്യുന്നു എന്നൊക്കെ. ലാലേട്ടന് ഞാൻ റെസ്പെക്ട് ഞാൻ കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ്റെ അടുത്ത് ഞാനൊരു ഫ്രീഡം എടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു സ്നേഹത്തിന്റെ ഫ്രീഡം. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ലാലേട്ടൻ എന്നെ എപ്പോഴേ വലിച്ചു കീറിയാനെ. ആ ഒരു നമുക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്തല്ലേ നമുക്ക് സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം രമ്യ ചേച്ചിക്ക് ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നത്, രമ്യ ചേച്ചിക്ക് എന്റെ അടുത്തൊരു പ്രത്യേകത ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. ഇനി തങ്ങാനും മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെ ഞാൻ ലൈവ് പോകും ഞാൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ അക്ബർ നിക്കുന്നൊക്കെ കാണിച്ചു തന്നല്ലോ, അതേപോലെ വേറെ രണ്ടുപേരും കൂടെ നിക്കുന്നത് കാണിച്ചു തന്നെ. ലാലേട്ടനെ കാണുമ്പോ അവരുടെ ശരിക്കുള്ള രൂപവും ലാലേട്ടനെ കാണുമ്പോഴത്തേക്ക് അവര് നിൽക്കുന്ന ഒരു രീതി അതാണ് കാണിക്കേണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ. കാണിക്കേ, കോഫി പിടിക്കണോ? അതാരാ പറഞ്ഞത്, അതാരാ ക്വസ്റ്റ്യൻ കൊടുത്തത്? വെരി ഗുഡ്, ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്നാ കാണിച്ചോ. അല്ലാതെ ക്ലീഷ എന്റെ അടുത്തേക്ക് എടുത്ത് വരണ്ട, ഞാൻ ഡിപ്ലോമാറ്റിക് ആവും. ഇപ്പം അനിമോളാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഊരി അറിയാം. ഡയലോഗ് പറയാം, നിന്നെ ഞാൻ ഊരി അറിയും. ഞാനെന്താ മീനാണോ എന്നെ ഊരി അറിയാൻ വേണ്ടിട്ട്? നീ പോടാ. അത് ലാലേട്ടൻ വരുമ്പോഴത്തേക്കും അനിമോള് ലാലേട്ടന്റെ പ്ലാച്ചിപ്പോ കറക്റ്റ് അല്ലേ? എന്റെ പ്ലാച്ചിക്ക് നങ്ങി ഞാൻ വാങ്ങിച്ചിട്ടില്ല അല്ലേട്ടാ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എന്ത് സഹിച്ചു ഞാൻ ഇവിടെ നിൽക്കും. ലാലേട്ടാ ഇനി അടുത്ത ഷാനവാസിന്റെ മാനറിസം എനിക്ക് അറിയില്ല, കിട്ടില്ല. എനിക്ക് അക്ബറിന്റെ കാണിച്ചു, അനിമോളുടെ കാണിച്ചു. ജിസയില് എന്താ പറയാ, നമ്മളിപ്പം ഒരു കോഫി അല്ലെങ്കിൽ ആലു പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, നെവിൻ യു വാണ്ട് ആലു പൊറോട്ട, I'll make for you, love you, meow meow meow, okay. ലാലേട്ടൻ വരുന്ന എപ്പിസോഡില് ജിസയില്, ലാലേട്ട എന്റെ ചങ്ക് പൊട്ടിപ്പോയി, എന്നെ അവരങ്ങോട്ടേക്ക് പറഞ്ഞപ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോയി. എനിക്കറിയില്ല ഈ പെണ്ണ് പിള്ളമാര് എന്തൊക്കെയാ പറയുന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടിപ്പോയത് എന്റെ തെറ്റാ ലാലേട്ട, എന്റെ കൊച്ചു മുത്തള്ളി ബാബുസ്വാമി. അനീഷേട്ടൻ ഓക്കെ. അനീഷേട്ടൻ ഞാനിപ്പോ ഇവിടെ അടുത്തിരിക്കാന്ന് വിചാരിക്കാം, ഞാൻ അന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അനീഷേട്ടൻ വന്നിട്ട്, നെവിൻ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ, കഴിക്കൂ. ആഹാരത്തിനോട് ഒരുപാട് നമ്മൾ അകൽച്ച പാടില്ല, കാരണം ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കാം. ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയി, കുഴപ്പമൊന്നുമില്ല. ലാലേട്ടൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നെവിൻ എന്ന് പറയുന്ന വ്യക്തി ഭക്ഷണത്തിനോട് വിരസത കാണിച്ചു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഫേക്കാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു നെവിൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ, പക്ഷെ കേട്ടിട്ടില്ല ആതൊരു സാധനം. ഓക്കെ, ആര്യൻ എനിക്ക് കാണിക്കാനായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. എന്നാ മസ്താനി അല്ലെങ്കിൽ ലക്ഷ്മി അല്ല, ഞാൻ പറയാം അല്ല മസ്താനി അല്ല ആദില നൂറ ഇല്ല. അതെനിക്ക് കാണിക്കാൻ പറ്റാവുന്നിടത്ത് മാത്രല്ലേ എനിക്ക് പെട്ടെന്ന്. രേണു ചേച്ചിയുടെ എന്താ ലാലേട്ടൻ വരുമ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ചല്ല. എൻ്റെ ഋതപ്പന് വേണ്ടിയിട്ടാണ് ലാലേട്ടൻ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ശരിയാണ്,
എന്നെ അങ്ങനെ പറഞ്ഞോട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉരുകുവായിരുന്നു. അക്ബർ എന്നെ പറഞ്ഞപ്പോൾ ഞാൻ ഉരുകുവാ ലാലേട്ട. ഞാൻ അത്രയ്ക്ക് മോശപ്പെട്ട സ്ത്രീയാണോ ലാലേട്ട? ഞാൻ ഉരുകുവാടാ, ഞാൻ ഉരുകുവാ ലാലേട്ട. അങ്ങനെയാണ് ആ ഒരു സാധനം. ഉരുകലാണ് രേണു ചേച്ചി. ഉറിയിലാണോ രേണു യെസ്. ഫുള്ള്? ഓക്കെ ഉരുകലാ, ഉരുകി ഉരുകി അങ്ങോട്ട് തീർന്നു രേണു ചേച്ചി. ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ അവിടെ കഴിഞ്ഞു. Yes. എവിടെ എന്റെ യശോർണ കാർഡ്? ആ, പിടിക്ക്. കോഫിയും കുടിച്ചോട്ടോ. Yeah. ഓക്കെ, ബിഗ് ബോസ് ഷോ വഴി ഒരു ആത്മമിത്രത്തെ ജീവിതത്തിൽ കിട്ടി. കിട്ടിയോ? ആ കിട്ടി. നീ യെസ് കാണിക്കേ. യെസ് ഓഫ് കോഴ്സ്. അത് ഞാൻ പറഞ്ഞതാ. ആ യെസ്. യെസ്. ആരാണ്? ഒന്നല്ല, 1, 2, 3 കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒന്ന് രണ്ട് മൂന്ന് ഞാൻ പറയാം. ഒന്ന് ബിന്നി, ഡോക്ടർ ബിന്നി, പിന്നെ ബിന്നിയുടെ ഒരേ ഒരു ഭർത്താവ് നൂബ്ലിൻ, പിന്നെ അക്ബർ. പിന്നെ എനിക്ക് ആത്മബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവരെയാണ് ഞാൻ കൂടുതലും കാണുന്നത്. അപ്പം ഇവര് 3 പേരാണ് എനിക്ക് ഇപ്പം നിലവില് കട്ട ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഇപ്പൊ നെവിനെ ലൈവ് ആയിട്ട് ഒരു ടാസ്ക് തരാൻ പോവാണ്. നെവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ബിന്നിനെ ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ലൈവ് ആയിട്ട് ബിന്നിനെ വിളിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ബിന്നിനെ പ്രാങ്ക് ചെയ്യിപ്പിക്കണം. ഇന്റർവ്യൂലാന്ന് പറയരുത്, പറയാതെ പ്രാങ്ക് ചെയ്യണം. ഇനിയിപ്പോ ഇവിടുന്ന് എന്ത് പറഞ്ഞാല് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഏറി കയറ്റത്തില്ലേ? അതെ, ഇപ്പൊ തന്നെ വിളിക്കാം. ബിന്നിനെ കിട്ടില്ലെങ്കിൽ ഞാൻ നൂബ്ലിനെ വിളിക്കും. ശരി, സ്പീക്കറിൽ ഇടണം കേട്ടോ. ഇടാലോ, അതിനെന്താ. കറക്റ്റ്. അല്ലെങ്കിൽ ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. आपने जिस व्यक्ति को कॉल किया है वो अभी दूसरे कॉल पर व्यस्त. എന്താടാ? ഞാനൊരു കാര്യം ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത്. ഞാനേ ഇപ്പൊ ഒരു കാര്യം അറിഞ്ഞായിരുന്നു. എന്നാലും ബിഗ് ബോസിൽ വെച്ച് നടന്നൊരു കാര്യമാണ്. പക്ഷെ അത് വേറൊരു ഫ്രണ്ട് വഴിയായിട്ട് ഞാനിപ്പോൾ അറിഞ്ഞത്. അത് തനിക്ക് ബിഗ് ബോസിൽ വെച്ചിട്ട് പറഞ്ഞാൽ പോരായിരുന്നു ഇങ്ങനെ? ഞാനൊരു മഹാകള്ളനാണെന്നുള്ള കാര്യം താനെന്തിനാ? അത് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പക്ഷെ അതുകൊണ്ടല്ല ഞാൻ പക്ഷെ കേൾക്കാൻ പറ്റാത്ത ഒരാളുടെ അടുത്ത് നിന്നാണ് കേട്ടത്. ഇപ്പൊ താൻ എന്നെ കള്ളാന്ന് വിളിക്കുന്നതും വേറൊരാളുടെ അടുത്ത് ഞാൻ കള്ളനാണ്, മഹാലംബനാണ്, എന്താ പറയാ, പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവനാണ്, അവൻ വെറുതെ ആണ്, ബിന്നിയുടെ ഫെയിം കണ്ടിട്ടാണ് ഞാൻ പുറകെ നടക്കുന്നതൊക്കെ താൻ പറഞ്ഞില്ലേ? പറഞ്ഞോ? ഞാൻ ഇവര് പറഞ്ഞു പറഞ്ഞ എന്റെ അടുത്ത് വരരുത്. ഞാൻ എന്റെ ഫെയിം കണ്ടിട്ട് നീ വരുന്നുള്ള ഒരു സെന്റൻസ് ഞാൻ എനിക്ക് സത്യമായിട്ട് നീ പറയുന്ന സാധനം ഞാൻ ഇപ്പൊ സ്പോട്ടിൽ വാങ്ങിത്തരും. ഐഫോൺ 17 Pro Max വാങ്ങിച്ചു തരോ? പ്രൂവ് ചെയ്താല്. ഞാനൊരു കാര്യം പറയട്ടെ. എടാ മണ്ടാ, തിരിച്ചല്ലേടാ പറഞ്ഞത്. നിന്റെ ഇത് കണ്ടിട്ട് ഞാൻ നിന്റെ കൂടെ പോകുന്നു, കോമ്പോ പിടിക്കരുത് നിന്നോടല്ലേടാ പറഞ്ഞത്. വീണ്ടും ഇപ്പൊ തിരിച്ചാടാ? അതുകൊണ്ടല്ല, എനിക്ക് എന്റെ ഹൃദയം പൊട്ടിപ്പോയി. അല്ല, ഞാനിക്കത് പറഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിച്ചു. നിങ്ങളുടെ ഒരേ ആരായാലും നമ്മളെ ഇപ്പൊ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി കള്ളം പറയാൻ മനസ്സുള്ള ഒരാളാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ നീ പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്യുവാണെങ്കിൽ നീ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ വാങ്ങിത്തരും. ആ ആളോട് പറയാതെ പ്രൂവ് ചെയ്യാൻ പറ. ഞാനുണ്ടല്ലോ, ബിന്നി ചേച്ചിക്ക് അറിയാവോ, ഞാൻ ഇന്നലെ ഒരു പോള് ഞാൻ കണ്ണടച്ചിട്ടില്ല. ഞാൻ ഇത് ആലോചിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ തിന്നു, ഞാൻ എന്തൊക്കെയോ ആരെടുത്തൊക്കെയോ തിച്ചുമ്പോഴും പറയുന്നത്. ഇപ്പോഴും തിച്ചുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിളിച്ചൂടെ? നീ എന്തിന് ഇത്രയും ഇതാക്കണം? എടാ ഞാൻ പറയാം, നിന്നെ ആകെ എനിക്ക് അരിശം വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് നീ വൈൽഡ് കാർഡ് വന്നപ്പോ നീ അവരുടെ അടുത്ത് കാണിച്ചപ്പം ഞാൻ നിന്റെ കുറെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നോമിനേറ്റും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോയി പറഞ്ഞിട്ടുണ്ട് നെവിൻ ഇങ്ങനെ കാണിക്കും. ഞാൻ പ്രതീക്ഷിച്ചില്ല അവൻ ആള് മാറി. അവൻ അവരെ കണ്ടപ്പോ അപ്പൊ കാണാൻ അപ്പാതെ നോമിനേറ്റ് ചെയ്യും. നീ വേണം അതെടുത്ത് നോക്ക്. അതല്ലാണ്ട് എന്താ പറഞ്ഞ നിന്റെ ഹലോ തിരിച്ചോണ്ടിരിക്കുന്ന അപ്പൊ പ്രായത് കരയുന്നോ? അല്ല, ഞാൻ അത്രയും ഞാൻ എന്റെ സ്വന്തം ചേച്ചിനെ പോലല്ലേ കണ്ടേക്കുന്നത്. ഞാൻ ആളുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരാം. ആര് പറഞ്ഞത്? അങ്ങനെ ആര് പറഞ്ഞാലും അത് കള്ളത്തരാണ്.
അത് മാത്രമല്ല അല്ല, ഞാൻ പറഞ്ഞ ആ ഒരു വീക്ക് മാത്രം എനിക്ക് നിന്റെ ഒരു ടെൻഷൻ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഞാൻ നിന്നെ പറ്റി ഈവൻ ഈ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല. എന്റെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൂച്ചകളെക്കാട്ടി എനിക്ക് ഇഷ്ടമാണ് ബിന്നിനെ, അതറിയോ? ഇത് ചിരിക്കണ കഥയാണല്ലോ, അവന്റെ പൂച്ചകളെക്കാട്ടിലും ഇഷ്ടം എന്നെ എന്ന് പറഞ്ഞ് കരയുന്നത്. ഞാൻ പറഞ്ഞ ആള് എന്റെ ഫ്രണ്ട് കൊടുക്ക ഞാൻ കൊടുക്കാം ബിന്നി, അയ്യോ അതാരാ? ഇത് ബിന്നി ചുമ്മാ പ്രാങ്ക് ചെയ്യിക്കാൻ വിളിച്ചതാണ്. മൈൽ സ്റ്റോണിൽ നിന്നാണ്. ഞാൻ രമ്യാണ്. ഈ അപ്പൂസ് പറഞ്ഞിട്ട് പ്രാങ്ക് ചെയ്യിച്ചിട്ട് ഈ നെവിന്റെ അടുത്ത് ചുമ്മാ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താട്ടാ. എനിക്ക് കുറച്ചുകൂടെ കൂട്ടി പറയായിരുന്നു. ഞാൻ ആക്ച്വലി ചെയ്യുന്നു എന്നല്ലേ എല്ലാരും പറയുന്നത്. ആണോ? അത് പ്രൂവ് ചെയ്യാൻ കിട്ടിയൊരു ടൈമായിരുന്നു. എനിവേ അപ്പൂസിന് ഇത്രേ അത് ഏഷണി ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. ഇത്ര ഏഷണി അപ്പൂസിന് പറ്റിയുള്ളൂ. അതാണ് അതല്ലോ. അതായത് ഇവൻ പറഞ്ഞ പൂച്ചകളെക്കാട്ടിലും ഇഷ്ടം എന്നെയാന്ന് പറഞ്ഞപ്പോ എനിക്ക് ചിരി വന്നു. ചിരി വന്നു. ഞങ്ങള് കേട്ടോ ഇവിടെ ചിരി. നെവിൻ കരഞ്ഞതും. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം നല്ല വിശേഷം. ഞാൻ ചെന്നൈയിലാണ്. കറി നടക്കുന്നു, ആഹാ, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാൽ അപ്പൂസിനുള്ളതും നെവിനുള്ളതും എടി അപ്പൊ നീ എന്നെ കൂട്ടാണ്ട് ചെന്നൈക്ക് പോയല്ലേ? എന്തിനാ പോയത്? നിന്റെ പൂച്ചകളെക്കാട്ടിലും ഇഷ്ടമാണല്ലേ എന്നെ? ഒരു കമ്പാരിസൺ ഇങ്ങനെയൊക്കെയാണല്ലേ നീ എന്നെ പറ്റി കമ്പയർ ചെയ്യുന്നത്? ഇഷ്ടാ? അല്ല ഞാൻ പറയട്ടെ, എന്തിനാ ചെന്നൈക്ക് പോയത്? അതൊക്കെ ഞാൻ പറയാം, വഴിയേ പറയാം. സ്ത്രീയെ സത്യം പറ എന്നോട്. സത്യം പറയാം, പക്ഷെ ഇപ്പൊ നീ അവിടെ ഇരിക്കുകയല്ലേ. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ആയിട്ട് വിളിച്ചിട്ട് പറയാം എന്തിനാ വന്നെന്ന്. അത് റിലീവ് സൂൺ ഒരു സംഭവം വരുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ്. എന്നെ കൂട്ടാണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ശപിക്കും, ഞാൻ ഊരി എറിയിക്കാം. വേണ്ട വേണ്ട, നിന്റെ പ്രാങ്ക് എന്തോന്ന് കരച്ചിലടാ കരയുന്നത്, ഒരു ആത്മാർത്ഥത ഇല്ലാത്ത കരച്ചില്. ഓക്കെ, പിന്നെ അപമാനിച്ച് കഴിഞ്ഞ് ഞാൻ വിൽക്കാട്ടാ. ഓക്കെ, ബൈ. ആയിക്കോട്ടെ, ബൈ. ചീറ്റിപ്പോയി. സന്തോഷായില്ലേ നിങ്ങൾക്ക്? ചീറ്റിപ്പോയി. ശേ, സത്യം എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അറിയില്ല അധികം. നിങ്ങളല്ലേ അഭിനയിച്ച് ജീവിക്കുന്നവര്. ഞാനോ? ഞാനിവിടെ അഭിനയിക്കൊന്നുമല്ല, ഞാനിവിടെ ജീവിക്കുക നോർമൽ ആയിട്ട് തന്നെ ഇരിക്കണേ. പറയും. ആ പിന്നെ എന്റെ കാർഡ് എടുത്തേ, എന്റെ ചോദ്യം പിടിച്ചേ. ആ എന്തായാലും വിശ്വസിച്ചു. പിന്നെ ആദ്യം കരഞ്ഞു വിചാരിച്ചു. ആ പൂച്ചകളുടെ കമ്പാരിസൺ വന്നപ്പോഴത്തേക്കാണ് അതാണ് അവള് ചിരി വന്നത്. അവിടെയാണ് എനിക്ക് മനുഷ്യന്മാരെക്കാട്ടി ഇഷ്ടം പൂച്ചകളെയാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കമ്പാരിസൺ ചെയ്തത്. അവിടെയാണ് വിട്ടുപോയത്. പിന്നെ കുറച്ചും കൂടെ കൂട്ടി പറയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അഭിനയിക്കാൻ ഈ അപ്പൂസിന് എരുതിയിൽ എണ്ണ ഒഴിക്കാനൊന്നും അറിയില്ല. അതാണ് പഠിപ്പിച്ചു ചേച്ചിയടുത്തേക്ക് ചെന്നോട്ടാ. എടാ മോനെ. ആ ശരി ശരി. ഇൻട്രസ്റ്റ് കൂടി വന്നു. ഓക്കെ, ഹൗസിൽ ക്രിഞ്ച് മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടല്ലോ. നെവിന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ? എപ്പോഴാ? എന്ത് കണ്ടപ്പോഴാ? എല്ലാം ക്രിഞ്ചാന്ന് തോന്നുന്നു. എങ്ങനെയാ? അതായത് എന്താ പറയാ, സ്ഥിരം എന്നെ നോക്കിക്കൊണ്ടിട്ട് ആ നമ്മളുടെ സ്പൈക്കുട്ടൻ ഉണ്ടല്ലോ, അതെനിക്ക് ക്രിഞ്ചായിട്ട് തോന്നി. എന്താണെങ്കിലും ഞാൻ കട്ടെടുക്കും. എന്തിനാ വെറുതെ വന്നിട്ട് എന്നെ പിടിച്ചോണ്ട് പോകേണ്ട ആവശ്യം? അപ്പൊ യെസ് ഓഫ് കോഴ്സ് തോന്നിയിട്ടുണ്ട്. എനിക്ക് വരുന്ന കാണുമ്പോ തന്നെ ആദ്യമൊക്കെ എനിക്ക് സ്നേഹമുണ്ട്, പിന്നെ വരുന്നുണ്ട് എന്നെ പിടിക്കാൻ വേണ്ടിട്ട്. വരുമ്പോ തന്നെ അവൻ എനിക്ക് പണിയാ വരുന്നത്. അതെ അതെ അതെ. 1, 2, 3 പ്രാവശ്യം, പിന്നെ എല്ലാ ആഴ്ചയും എന്നാലും വരും, എടുത്തു കൊടുത്തേക്കാന്നുള്ള രീതിയിൽ. യെസ്. ഓക്കെ, ബിഗ് ബോസിന് ശേഷം ഈഗോ ഹേർട്ട് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ബിഗ് ബോസിന് ശേഷം ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇവിടെ ഇല്ല എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ വലിച്ചു കീറത്തില്ലേ, എനിക്ക് കിട്ടിയ അവസരമല്ല. ഇല്ല ഉണ്ടായിട്ടില്ല. ഓക്കെ, ബിഗ് ബോസ് സീസൺ 7 വിന്നർ PR കൊണ്ടാണ് വിജയിച്ചത് എന്ന് വിശ്വസിക്കുന്നു. ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ വിന്നർ വോട്ട് കിട്ടിയതുകൊണ്ടാ ജയിച്ചത്, PR കൊണ്ടല്ല. അതെന്തോ ആയിക്കോട്ടെ, ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാണിച്ചു തന്നാല് വോട്ട് PR കൊണ്ടാണ് വിജയിച്ചത്. PR കൊണ്ടായിരിക്കാം, ചിലപ്പം അല്ലാതായിരിക്കാം. ജനങ്ങളില് കുത്തണോ ഫോൺ എടുത്തിട്ട് എന്ത് കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും PR ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഫോൺ എടുത്തിട്ട് ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ ക്ലിങ് സാധനം ആ വിരലുകൾ വെച്ചിട്ട് കുത്തണമല്ലോ. അത് ജനങ്ങളാണോ കുത്തിയത്? അപ്പൊ പിന്നെ ഉറപ്പായിട്ടും ജനങ്ങളാണോ വിജയിപ്പിച്ചത്? ദാറ്റ്സ് ഇറ്റ്. ഓക്കേ, അപ്പം യെസ്. ഓക്കേ, ഇനി PR ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് പ്രൈസ് അടിച്ചേനെ. PR ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യെസ്. എനിക്ക്
കോൺഫിഡന്റ് ഉണ്ട്. ഞാൻ വീട് വിറ്റിട്ടാണെങ്കിൽ ഇപ്പൊ ബിഗ് ബോസിന് ശേഷം പുറത്തിറങ്ങിയപ്പോ എന്റെ കസിൻസ് ഒക്കെ പറയാണ് ഇത് അറിഞ്ഞിരുന്ന വെച്ചെങ്കിൽ നമുക്ക് നമ്മളുടെ വീട് ഒക്കെ ഒന്ന് ലോൺ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് PR വെക്കായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു. ടീന എന്റെ ഫസ്റ്റ് കസിൻ. അപ്പൊ സമ്മതിച്ചു നെവിൻ, PR കൊണ്ട് തന്നെയാണ് വിന്നർ ജയിച്ചിരിക്കുന്നത്. അല്ല ഞാൻ പറയട്ടെ, PR എന്ന് പറയുന്ന സാധനം നമ്മളുടെ അതിന്റെ ഉള്ളിലേക്കുള്ള സാധനങ്ങൾ സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ്. ശരിയാണോ? എനിക്ക് അങ്ങനെ സ്പ്രെഡിങ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് മേ ബി അറ്റ്ലീസ്റ്റ് ഞാൻ മറ്റേ 5th പൊസിഷനിൽ എത്തിയോ 3rd റണ്ണറപ്പ് ആയോ PR കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും ഇനിയുള്ള ബിഗ് ബോസിൽ PR എന്താണെങ്കിലും അല്ലെങ്കിൽ പിന്നെ വോട്ടിംഗ് സാധനം നിർത്തേണ്ടി വരും. ഹോട്ട്സ്റ്റാറിലുള്ള വോട്ടിംഗ് സാധനം ഉണ്ടല്ലോ, അപ്പൊ PR ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ PR ഉള്ളതുകൊണ്ട് തന്നെയാണ് നെവിൻ ജയിച്ചതും PR കൊണ്ട് തന്നെയാണ്. അത് ഉത്തരം പറയാൻ ഞാനാണല്ലോ. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞത്. അത് പറഞ്ഞുണ്ടാക്കിക്കോളൂ, എനിക്ക് പ്രശ്നമില്ല. മേ ബി വോട്ട് കൊണ്ട് ജയിച്ചു. ഇപ്പം എനിക്ക് PR ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, ചിലപ്പോ ഞാൻ ജയിച്ചേനെ. ആൻസർ ഈസ് ഡിപ്ലോമാറ്റിക് ആയിരിക്കാം. പറഞ്ഞു ജയിച്ചല്ലോ, ഇനിയിപ്പോ ഞാൻ അതിനെന്തിനാ കയറിയിട്ട് വീണ്ടും ഞാൻ ബാക്ക് നോർമൽ ആകും, കാല് താഴ്ത്തോട്ട് ഇടട്ടെ ഞാൻ. നിങ്ങൾ കാലാട്ടിക്കൊണ്ടിരിക്കൂ. കാലാട്ടിക്കൊണ്ടിരിക്കൂ. ഓക്കെ, ലാലേട്ടൻ വഴക്ക് പറയണമെന്ന് ആഗ്രഹിച്ച കണ്ടസ്റ്റന്റ് ആണ് നെവിൻ. ആണോ? അതെന്തുകൊണ്ടാ ലാലേട്ടൻ വഴക്ക് പറയണമെന്ന് ആഗ്രഹിച്ചേ? ലാലേട്ടന്റെ അടുത്തുനിന്ന് വഴക്ക് കിട്ടുന്നത് പോലും ഈ ലോകത്ത് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ലാലേട്ടന്റെ അടുത്തുനിന്ന് വഴക്ക് കിട്ടാൻ വേണ്ടിട്ട്. അറ്റ്ലീസ്റ്റ് വഴക്കെങ്കിലും കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ലാലേട്ടന്റെ മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റുക, ലാലേട്ടൻ നമ്മളെ കുറിച്ച് മാത്രം കുറച്ച് സമയം സംസാരിക്കുക അല്ലേ, അതിനു വേണ്ടിട്ട് ഞാൻ എന്ത് കാണിച്ചു കൂട്ടുന്നൊക്കെ അത് പകൽ വെളിച്ചം പോലെ സത്യമാണ്. അറ്റ്ലീസ്റ്റ് വഴക്ക് പറയാനായിട്ടെങ്കിലും ലാലേട്ടൻ എന്റെ അടുത്ത് കുറച്ചു നേരം ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള ഒരു സാധനമൊക്കെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം കണ്ടോ ലാലേട്ടൻ എപ്പോഴെങ്കിലും? ലാലേട്ടനെ പല സമയങ്ങളിൽ ഞാൻ കാണാനായിട്ട് ശ്രമിച്ചു, പക്ഷെ കാണാൻ പറ്റിയില്ല. പിന്നെ ലാലേട്ടന്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ ഞാൻ അമ്മേനെ ചെന്ന് കണ്ടായിരുന്നു. പിന്നെ മരിച്ചതിന് ശേഷം എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല, ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. ഓക്കെ, ബിഗ് ബോസിന് ശേഷം ഫിനാൻഷ്യലി സെറ്റിലായി. യെസ്. ഇനോഗ്രേഷൻ ആണോ മെയിൻ ഇൻകം ഇപ്പോ? ഇനോഗ്രേഷൻ, ബ്രാൻഡ് പ്രൊമോഷൻ, പിന്നെ ഞാൻ കാർ എടുത്തു. ഏത് കാറ്? ബലേനോ ആൽഫ. ചുവന്ന കാറിലാണ് ഇപ്പൊ വന്നത്. ഓക്കെ, ബിഗ് ബോസിന് ശേഷം പണ്ട് നമുക്ക് ചില വില തരാത്ത ആൾക്കാർ ഇതിനു ശേഷം അടുക്കാനായിട്ട് ശ്രമിച്ചു. തീർച്ചയായിട്ടും. ആണോ? ആരാത്? ഞാൻ പേരൊന്നും പറഞ്ഞ എനിക്ക് ഞാൻ അവസരങ്ങൾ ചോദിച്ച വ്യക്തികള് ഇന്ന് അവസരങ്ങളായിട്ട് എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അത് നെവിൻ സ്വീകരിച്ചോ അതോ റിജക്ട് ചെയ്തോ? ഞാൻ ഓഫ് കോഴ്സ് അവസരങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ബിഗ് ബോസിൽ പോയത്. അപ്പൊ ഞാന് അന്ന് ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് എനിക്കൊരു വാല്യൂ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എന്റെ ഒരു വാല്യൂ പറഞ്ഞു, പൈസ. അങ്ങനെ എല്ലാവരുടെയും ഒരു ധാരണയുണ്ട് നെവിൻ പൈസ ഇങ്ങനെ പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട്, എന്താണ് വളച്ചൊടിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ബിഗ് ബോസിൽ ചെന്നത് എനിക്ക് എന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിന് പൈസ വേണം. യെസ്. ഓക്കെ, ലാസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സെഗ്മെന്റിൽ. നെവിൻ കരയുന്നത് നെവിൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ കരയുന്നതോ? ബിഗ് ബോസ് റിലേറ്റഡ് ടു ബിഗ് ബോസ് ആണ്. ജീവിതത്തിൽ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. യെസ്. ഉറപ്പാണ് ആണല്ലേ? ഓക്കെ.